കർത്താവായ യേശുക്രിസ്തുവിന്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ സീരീസിൽ നാം ക്രിസ്തീയ വിശ്വാസത്തിലെ ജലസ്നാനം എന്നൊരു വിഷയം തുടർമാനമായി പഠിച്ചു വരികയായിരുന്നു. അതായത് യഹൂദിയ പാരമ്പര്യ വിശ്വാസമായിരിക്കുന്ന ജലസ്നാനം എന്നൊരു ഉപദേശം എങ്ങനെ ക്രിസ്തീയ മാർഗത്തിൽ അല്ലെങ്കിൽ ക്രിസ്തീയ വിശ്വാസത്തിൽ കടന്നുകൂടുവാനായിട്ടിടയായി, എങ്ങനെ അത് ക്രിസ്തന്തത്തെ വിഴുങ്ങുന്ന നിലയിൽ രൂപപ്പെടുവാൻ ഇടയായി എന്നൊരു ചിന്തയാണ് കഴിഞ്ഞ ചില എപ്പിസോഡുകളായി നാം പഠിച്ചു വന്നുകൊണ്ടിരുന്നത്. എന്നാൽ ചില സാങ്കേതിക കാരണങ്ങളാൽ നമുക്ക് ആ പഠനം പൂർത്തീകരിക്കുവാനായിട്ട് കഴിഞ്ഞില്ല. തുടർന്ന് ചില എപ്പിസോഡുകൾ കൂടി അതിനോടുള്ള ബന്ധത്തിൽ ചെയ്യുവാനും ആ ഒരു പഠനം പൂർത്തിയാക്കുവാനും ജലസ്നാനം എന്നൊരു വിഷയത്തെക്കുറിച്ച് ഒരു ഡൗട്ടും എന്നെ ശ്രദ്ധിക്കുന്ന ഒരുത്തർക്കും ബാക്കി നിൽക്കാത്ത നിലയിൽ ആ വിഷയം പൂർത്തീകരിക്കുവാൻ ഞാൻ കർത്താവിൽ ആഗ്രഹിക്കുകയാണ്. എന്നാൽ ഒരു ഇടവേളയ്ക്ക് ശേഷം നാം വിഷയത്തിലേക്ക് വരുന്നതിനാൽ ഒരു വാമപ്പ് സെഷൻ എന്നോണം എന്ന് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളതും നിങ്ങളുടെ ആത്മീക ചിന്തയെ ഉണർത്തുന്നതുമായ ഒരു വിഷയം ചിന്തിച്ച് ഒന്ന് രണ്ട് എപ്പിസോഡുകൾ അതിനോടുള്ള ബന്ധത്തിൽ പറഞ്ഞ് ഈ സ്നാനം എന്നൊരു വിഷയത്തിലേക്ക് വരുവാൻ ഞാൻ കർത്താവിൽ ശരണപ്പെടുകയാണ്. അതായത് ഇന്ന് സ്വയമായിട്ട് സത്യക്രിസ്ത്യാനി എന്നും പാരമ്പര്യ ക്രിസ്ത്യാനികളെന്നും യഥാർത്ഥ വിശ്വാസി എന്നും ഒക്കെ അഭിമാനിക്കുന്ന അനേകരെ നമ്മുടെ ഇടയിൽ കാണുവാനായിട്ട് കഴിയും. അവരൊക്കെ പറഞ്ഞു കേൾക്കാറുള്ള ഒരു കാര്യമാണ്, ഞങ്ങൾ പൗലോസിനെയോ പത്രോസിനെയോ ഒന്നുമല്ല ഫോളോ ചെയ്യുന്നത്, സാക്ഷാൽ കർത്താവ് യേശു ക്രിസ്തുവിനെ തന്നെയാണ്. കർത്താവ് തന്റെ ലോകത്തിലെ മിനിസ്ട്രിയിൽ കൂടി നമ്മളോട് പറഞ്ഞിരിക്കുന്നതും മത്തായി, മർക്കോസ്, ലൂക്കോസ്, യോഹന്നാൻ എന്ന 4 സുവിശേഷ ഭാഗങ്ങളിൽ കൂടി നമുക്ക് എഴുതി കയ്യിൽ തന്നിരിക്കുന്നതുമായ ആ സുവിശേഷം, അതായത് കർത്താവ് സ്വർഗരാജ്യത്തെക്കുറിച്ച് പ്രസംഗിച്ചിരിക്കുന്നതും അതിൽ ആര് കടക്കും ആര് കടക്കത്തില്ല എന്നൊക്കെ പറഞ്ഞിരിക്കുന്നതുമായിട്ടുള്ള ആ സുവിശേഷത്തിൽ കൂടി നാം എന്ത് ചെയ്യണം, എങ്ങനെ നാം രക്ഷിക്കപ്പെടുന്നു എന്ന് പറഞ്ഞിരിക്കുന്ന ആ വിഷയത്തിൽ കൂടി അത് ഫോളോ ചെയ്തിട്ടാണ് ഞങ്ങൾ രക്ഷിക്കപ്പെടുന്നത്. അല്ലാതെ ഞങ്ങൾ പൗലോസിനെയോ പത്രോസിനെയോ ഒന്നും ഫോളോ ചെയ്യുവാനായിട്ട് കൂടുതൽ താല്പര്യപ്പെടുന്നില്ല എന്ന് പറഞ്ഞു കേൾക്കുന്ന അനേകരെ ശ്രദ്ധിക്കാറുണ്ട്, കണ്ടിട്ടുണ്ട്. അതായത് റെഡ് ലെറ്റർ ബൈബിൾ എന്ന നിലയിൽ കർത്താവ് തന്റെ വായ്മൊഴിയാൽ പ്രസ്താവിച്ചിരിക്കുന്ന കാര്യങ്ങൾ റെഡ് ലെറ്ററിലാക്കിയിരിക്കുന്ന ബൈബിൾ ഉണ്ട്, റെഡ് ലെറ്റർ ബൈബിൾ. അത് ഫോളോ ചെയ്യുന്നതിലൂടെയാണ് ഞങ്ങൾ രക്ഷിക്കപ്പെടുന്നതെന്ന് ഒരു നല്ല ശതമാനം ക്രിസ്ത്യാനികളും ഇന്ന് അങ്ങനെ വിശ്വസിച്ചിരിക്കുന്നു. അങ്ങനെയുള്ളവരോട് ഒരു സിമ്പിൾ ചോദ്യം ചോദിക്കുവാനായിട്ട് ഞാൻ കർത്താവിൽ ആഗ്രഹിക്കുക. അതായത് താങ്കൾ രക്ഷിക്കപ്പെട്ടത് കർത്താവ് കാൽവറിയിലൂടെ നിവർത്തിച്ച ആ പരമയാഗത്തിലാണോ, അതോ കർത്താവ് മത്തായി, മർക്കോസ്, ലൂക്കോസ്, യോഹന്നാൻ എന്ന 4 സുവിശേഷങ്ങളിൽ പറഞ്ഞിരിക്കുന്ന ന്യായപ്രമാണത്തിലെ പ്രവർത്തികളിലും താങ്കളുടെ നീതി പ്രവർത്തികളിലുമാണോ താങ്കൾ രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്? രണ്ടാമത്തേതാണ് താങ്കളുടെ ആൻസർ എങ്കിൽ, അതായത് മത്തായി, മർക്കോസ്, ലൂക്കോസ് എന്ന 4 സുവിശേഷങ്ങളിൽ കൂടി കർത്താവ് പറഞ്ഞിരിക്കുന്ന ന്യായപ്രമാണത്തിലെ പ്രവർത്തികളിലും പ്ലസ് ഞങ്ങളുടെ നീതി പ്രവർത്തികളിലും ഒക്കെയാണ് ഞങ്ങൾ ആ രക്ഷ സ്വായത്തമാക്കിയിരിക്കുന്നത് അല്ലെങ്കിൽ ഞങ്ങൾ രക്ഷിക്കപ്പെടുന്നതെന്ന് താങ്കൾ വിശ്വസിക്കുന്നുവെങ്കിൽ ഇനി മുതലുള്ള ഉപദേശം താങ്കൾ കേൾക്കണമെന്നില്ല. താങ്കൾക്ക് ഈ ചാനൽ വേണമെങ്കിൽ സ്വിച്ച് ഓഫ് ചെയ്യാം. കാര്യം താങ്കൾക്ക് ക്രിസ്ത്യാനിറ്റി എന്താണെന്ന് മനസ്സിലായിട്ടില്ല. താങ്കളോട് ഇതേക്കുറിച്ച് അധികം പറഞ്ഞിട്ടും പ്രത്യേകിച്ച് കഥയില്ല. ഇനി കർത്താവിന്റെ കാൽവറി യാഗത്തിലൂടെയാണ് ഞങ്ങളുടെ രക്ഷ എന്ന് താങ്കൾ വിശ്വസിക്കുന്ന ആളാണെങ്കിൽ താങ്കളോട് അടുത്ത ചോദ്യം ചോദിക്കുകയാണ്. കർത്താവിന്റെ ക്രൂശിലൂടെ നിവർത്തിച്ച ആ പരമയാഗത്തിലാണ് താങ്കൾ രക്ഷിക്കപ്പെട്ടതെന്ന് വിശ്വസിക്കുന്നുവെങ്കിൽ കർത്താവിന്റെ 3.5 വർഷത്തെ ലോകത്തിലെ മിനിസ്ട്രിയിൽ, അല്ല മത്തായി, മർക്കോസ്, ലൂക്കോസ്, യോഹന്നാൻ എന്ന 4 സുവിശേഷങ്ങളിൽ കൂടി ഏതെങ്കിലും രീതിയിൽ കർത്താവ് തന്റെ ക്രൂശ് പ്രസിദ്ധമാക്കിയിട്ടുണ്ടോ? കർത്താവ് കാൽവറിയിലൂടെ ഒഴുകിയ രക്തത്തിന്റെ മഹിമയോ ആ ക്രൂശിലൂടെ തുറക്കുന്ന രക്ഷാ പദ്ധതിയോ പ്രസംഗിച്ചിട്ടുണ്ടോ? പ്രസംഗിക്കാൻ ഈ 12 അപ്പോസ്തലന്മാരിൽ ശിഷ്യന്മാരിൽ ആരെയെങ്കിലും എപ്പോഴെങ്കിലും നിയോഗിച്ചിട്ടുണ്ടോ? അവരോട് ആരോടെങ്കിലും ഈ ക്രൂശിന്റെ മഹിമ എന്താണെന്ന് പ്രസംഗിക്കുവാനും ക്രൂശിലൂടെ തുറക്കുന്ന രക്ഷാ പദ്ധതി എന്താണെന്ന് പ്രസംഗിക്കുവാനും അവരെ നിയോഗിച്ചിട്ടുണ്ടോ എന്നുള്ളതാണ് രണ്ടാമത്തെ ചോദ്യം. ഹല്ലേലൂയ. ഈ ചോദ്യമാണ് ഇന്ന് ഞാൻ ചേർന്ന് നിങ്ങളോടൊപ്പം ചിന്തിക്കുവാനായിട്ട് കൈകാര്യം ചെയ്യുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. അതായത് ക്രിസ്തു നമ്മുടെ രക്ഷയ്ക്കായി ക്രൂശ് പ്രസംഗിച്ചിട്ടുണ്ടോ? ഡിഡ് ജീസസ് ക്രൈസ്റ്റ് പ്രീച്ച്ഡ് ദ ക്രോസ് ഓഫ് കാൽവറി ഫോർ അവർ സാൽവേഷൻ? കാൽവറിയിലൂടെ തുറന്ന ആ രക്ഷാ പദ്ധതി കർത്താവിന്റെ ഐഹിക കാലത്തിലെ, അതായത് മത്തായി, മർക്കോസ്, ലൂക്കോസ് എന്ന യോഹന്നാൻ എന്ന 4 സുവിശേഷങ്ങളിൽ പറഞ്ഞിരിക്കുന്ന ആ കാലഘട്ടത്തിൽ കർത്താവ് ക്രൂശ് പ്രസംഗിച്ചിട്ടുണ്ടോ? ക്രൂശിലൂടെ ഒഴുകിയ രക്തത്തിന്റെ മഹിമ എന്താണെന്ന് കർത്താവ് വെളിപ്പെടുത്തിയിട്ടുണ്ടോ? 12 ശിഷ്യന്മാരെ അതിനായി കർത്താവ് നിയോഗിച്ചിട്ടുണ്ടോ? ഇതാണ് ചോദ്യം. ഈ ചോദ്യമാണ് നാം ചേർന്ന് ചിന്തിക്കുവാനായിട്ട് പോകുന്നത്. ഇതൊരു $1 ബില്യൺ ക്വസ്റ്റ്യൻ ആണ്. ഇന്ന് നിങ്ങൾക്കറിയാം ഈ ലോകത്തിന്റെ സ്ഥിതി എന്താണ്. സംജാതമായിരിക്കുന്ന
സ്ഥിതിവിശേഷങ്ങൾ നിങ്ങൾക്ക് നന്നായി അറിയാം. ഒരുപക്ഷെ നിങ്ങൾ ടി വിയുടെ മുന്നിലിരുന്ന് കാര്യങ്ങൾ വീക്ഷിച്ചുകൊണ്ടിരിക്കുന്നവരായിരിക്കാം. ഈ അന്ത്യകാലത്തെങ്കിലും നിങ്ങൾ ഈ വിഷയം ഒന്ന് മനസ്സിലാക്കുവാൻ വളരെ സ്നേഹത്തോടെ ഞാൻ നിങ്ങളെ ഓർപ്പിക്കുക. ഞാൻ വിശദീകരിക്കാം. അതായത് കർത്താവിന്റെ ലോകത്തിലെ മിനിസ്ട്രി ജനനം മുതൽ മരണ അടക്ക പുനരുദ്ധാനം വരെ പറഞ്ഞിരിക്കുന്നതും, അതായത് അത് 4 വീക്ഷണ കോണുകളിൽ നിന്ന് വിവരിച്ചിരിക്കുന്ന മത്തായി, മർക്കോസ്, ലൂക്കോസ്, യോഹന്നാൻ എന്ന 4 സുവിശേഷങ്ങൾ അത് അരിച്ചു പെറുക്കി അഞ്ഞനമിട്ട് നോക്കിയാൽ പോലും കർത്താവ് ക്രൂശ് പ്രസംഗിച്ചിട്ടില്ല എന്നും ക്രൂശിലൂടെ തുറക്കാനിരിക്കുന്ന രക്ഷാ പദ്ധതി എന്താണെന്ന് വെളിപ്പെടുത്തിയിട്ടില്ലെന്നും അതിനായിട്ട് ഒരു ശിഷ്യന്മാരെ നിയോഗിച്ചിട്ടില്ല എന്നും നിങ്ങൾക്ക് മനസ്സിലാക്കുവാൻ കഴിയും. അത് നിസ്തർക്കം തെളിയിക്കുവാൻ കഴിയുന്ന ഒരു സംഗതിയാണ്. കാര്യങ്ങൾ ഇങ്ങനെ ഇരിക്കെ താങ്കൾക്ക് പിന്നെ എങ്ങനെ പറയാൻ കഴിയും ഞങ്ങൾ ഈ 4 സുവിശേഷങ്ങളിൽ പറഞ്ഞിരിക്കുന്ന ഉപദേശത്തിൽ കൂടിയാണ് രക്ഷിക്കപ്പെടുന്നത്? കർത്താവിനേക്കാൾ വലിയ ക്രിസ്ത്യാനി ഉണ്ടോ? കർത്താവ് പറഞ്ഞതിനേക്കാൾ വലിയ ക്രിസ്തീയ മാർഗമുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നവരോട് ഞാൻ സ്നേഹത്തോട് പറയട്ടെ, താങ്കൾക്ക് ക്രിസ്ത്യാനിറ്റി എന്താണെന്നും മനസ്സിലായിട്ടില്ല, താങ്കൾ ഒരു ക്രിസ്ത്യാനിയുമല്ല. ഹല്ലേലൂയ. ഞാൻ വിശദീകരിക്കാം. ഈ വിഷയം ഒരു വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള പഠനമാണ്. ഞങ്ങൾ യേശു ക്രിസ്തുവിനെ ഫോളോ ചെയ്യുന്നവരെന്ന് പറയുമ്പോൾ നിങ്ങൾ ഈ 4 സുവിശേഷത്തിൽ എവിടെയെങ്കിലും കർത്താവ് ഇന്നത്തെ രക്ഷാ പദ്ധതി വെളിപ്പെടുത്തിയിട്ടുണ്ടോ എന്നുള്ളതാണ് ചോദ്യം. ഇവിടെ കർത്താവ് ലോകത്തിൽ വന്നതും ഇവിടെ ശുശ്രൂഷിച്ചതും യഹൂദന്റെ ഇടയിലാണെന്നുള്ളത് പകൽ വെളിച്ചം പോലെ ഒരു 4ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിക്കും മനസ്സിലാകുന്ന കാര്യമാണ്. കാര്യം കർത്താവ് വന്നത് യഹൂദന്റെ ഇടയിലും അവരോടുള്ള വാഗ്ദത്ത പ്രകാരവുമാണ്. അവൻ സ്വന്തമായതിലേക്ക് വന്നു, സ്വന്തമായവരോ അവനെ കൈക്കൊണ്ടില്ല. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 11-ാം വാക്യം വളരെ വ്യക്തമായിട്ട് പറഞ്ഞിരിക്കുക. അവൻ സ്വന്തത്തിലേക്ക് വന്നു, സ്വന്തമായവരോ അവനെ കൈക്കൊണ്ടില്ല. കർത്താവ് വന്നത് യഹൂദന്റെ ഇടയിലേക്കാ, എന്നാൽ അവർ അവനെ കൈക്കൊണ്ടില്ല. റോമാലേഖനം 15-ാം അധ്യായം അതിന്റെ 8-ാം വാക്യം അവിടെ പറയുകയാണ്, പിതാക്കന്മാർക്ക് ലഭിച്ച വാഗ്ദത്തങ്ങളെ ഉറപ്പിക്കേണ്ടതിന്. എന്താണ് ഈ പറയുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അബ്രഹാം, ഇസഹാക്ക്, യാക്കോബ്, ദാവീദ്, മോശ ഇതുപോലുള്ള പിതാക്കന്മാർക്ക് ദൈവം കൊടുത്ത വാഗ്ദത്തങ്ങളെ ഉറപ്പിക്കേണ്ടതിന്. അടുത്ത വാക്യം വാഗ്ദത്തങ്ങളെ ഉറപ്പിക്കേണ്ടതിന് ക്രിസ്തു പരിച്ഛേദനക്കാർക്ക് ശുശ്രൂഷക്കാരനായി തീർന്നു എന്നാണ്. ഇംഗ്ലീഷിൽ എഴുതിയിരിക്കുന്നുണ്ടല്ലോ, നൗ ഐ സേ ദാറ്റ് ജീസസ് ക്രൈസ്റ്റ് വാസ് എ മിനിസ്റ്റർ ഓഫ് ദ സർക്കംസിഷൻ. മനസ്സിലായോ? ആ സർക്കംസിഷൻ പരിച്ഛേദനക്കാർക്ക് ശുശ്രൂഷക്കാരനായി തീർന്നു. സർക്കംസിഷൻ ഫോർ ദ ട്രൂത്ത് ഓഫ് ഗോഡ് ടു കൺഫേം ദ പ്രോമിസസ് മെയ്ഡ് അൺ ടു ദ ഫാദേഴ്സ്. പിതാക്കന്മാർക്ക് ലഭിച്ച വാഗ്ദത്തങ്ങൾ. ഏത് പിതാക്കന്മാരാണ്? താങ്കളുടെ ഏത് പിതാക്കന്മാർക്ക് ആ വാഗ്ദത്തങ്ങൾ ലഭിച്ചത്? യഹൂദ ജനത്തിന് കൊടുത്തിരിക്കുന്ന ദൈവിക പദ്ധതിയും ദൈവിക വാഗ്ദത്ത പ്രകാരവും കർത്താവ് അവരുടെ മധ്യത്തിലേക്ക് വന്നിരിക്കുക. പിതാക്കന്മാർക്ക് ലഭിച്ച വാഗ്ദത്തങ്ങളെ ഉറപ്പിക്കേണ്ടതിന് ക്രിസ്തു പരിച്ഛേദനക്കാർക്ക് ശുശ്രൂഷക്കാരനായി തീർന്നു. അവിടെ ഒരു ക്രിസ്ത്യാനിറ്റിയും ആരംഭിച്ചിട്ടില്ല. കർത്താവിന്റെ കാലഘട്ടത്തിൽ ഒരു ക്രിസ്തീയ വിശ്വാസവും പഠിപ്പിച്ചിട്ടില്ല, പ്രസംഗിച്ചിട്ടില്ല. ഇത് പകൽ വെളിച്ചം പോലെ ക്ലിയർ ആയിരിക്കുന്ന ഒരു കാര്യമാണ്. നിങ്ങൾ ഉപരി വിപ്ലവങ്ങളായിട്ടുള്ള കാര്യങ്ങളിൽ മാത്രം മനസ്സിലാക്കിയിട്ട് എങ്ങനെയെങ്കിലും ഒരു ക്രിസ്ത്യാനിയായിട്ട് ഇവിടെ ജീവിക്കണം, ഉപരി വിപ്ലവങ്ങളായിട്ടുള്ള ചില കാര്യങ്ങൾ മാത്രം മനസ്സിലാക്കി പണ്ടം കണ്ട പെരിഞ്ചാഴിയെ പോലെ വണ്ടറടിച്ച് നടക്കാതെ ഈ അന്ത്യ കാലഘട്ടത്തിലെങ്കിലും സത്യം എന്താണെന്നൊന്ന് മനസ്സിലാക്കി നിങ്ങൾ ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെടുന്നതിന് മുമ്പായിട്ട് അത് മനസ്സിലാക്കുവാൻ ഞാൻ കർത്താവിൽ നിങ്ങളോട് ബുദ്ധി ഉപദേശിക്കും. ഇത് ഒരുമാതിരിപ്പെട്ട എല്ലാവരുടെയും സ്ഥിതി ഇതാണ്. അത് ഡോക്ടർ ആയാലും ശരി, എഞ്ചിനീയർ ആയാലും ശരി, അഡ്വക്കേറ്റ് ആയാലും ശരി, ഈ ഒരു വിഷയം വരുമ്പോൾ ഇവർക്ക് ആർക്കും ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയേണ്ട ആവശ്യമില്ല. പാരമ്പര്യമായിട്ട് എന്ത് ചെയ്തു വരുന്നു അതങ്ങനെ ഫോളോ ചെയ്തു പോവുക. വെള്ളത്തിലെ ആമ്പൽ പോലെ ഒഴുക്ക് നീറ്റിൽ അങ്ങനെ പോയിക്കൊണ്ടേയിരിക്കുകയാണ്. എന്നാൽ ഒരു ദിവസം, അധികം വിദൂരമല്ലാത്ത ഒരു ദിവസം വരും, അന്ന് കാഹളം വാനമേഘങ്ങളിൽ മുഴങ്ങും. അല്ല, ഏതെങ്കിലും സാഹചര്യത്തിൽ നമ്മുടെ മൂക്കിൽ നിന്ന് ശ്വാസം പോകേണ്ടുന്ന അവസ്ഥയാണെന്നുണ്ടെങ്കിൽ നിങ്ങളൊരു വലിയ ചോദ്യചിഹ്നത്തിന് മുമ്പിൽ നിൽക്കേണ്ടതായിട്ട് വരും. ശാന്തമായിട്ട് തന്നെ ശ്രദ്ധിക്കുവാൻ. ഇന്ന് സിമ്പിളായിട്ട് രക്ഷ കരസ്ഥമാക്കുവാൻ കഴിയുന്ന കൃപാ കാലഘട്ടത്തിലാണ് നാം ആയിരിക്കുന്നത് എന്ന് നിങ്ങൾ മറന്നു പോകരുത്. ഞാൻ വിഷയത്തിലേക്ക് വരാം. ക്രിസ്തീയ സഭ എന്ന് പറയുന്നത് താങ്കൾ വിചാരിക്കുന്നത് പോലെ കർത്താവ് ലോകത്തിൽ വന്ന് പ്രസംഗിച്ച ഒരു മാർഗമല്ല ക്രിസ്തീയ സഭ എന്ന് പറയുന്നത്. സ്വർഗത്തിൽ മറഞ്ഞിരുന്ന ഒരു സ്വർഗീയ മർമ്മമായിരുന്നു. അത് കർത്താവ് ലോകത്തിൽ വരുന്ന കാലഘട്ടത്തിലൊന്നും വെളിപ്പെടുത്തിയിട്ടില്ല. അബ്രഹാമിന്റെ കാലത്തിലോ മോശയുടെ കാലത്തിലോ ദാവീദിന്റെ കാലത്തോ 12 ശിഷ്യന്മാരുടെ കാലത്തോ കർത്താവിന്റെ ലോകത്തിലെ മിനിസ്ട്രിയിലോ ഒന്നും വെളിപ്പെടുത്തിയിരുന്ന കാര്യമല്ല. അത് മറഞ്ഞിരുന്ന ഒരു മർമ്മമാണ്. ആ മർമ്മം വെളിപ്പെടുത്താൻ ദൈവം സ്വർഗത്തിൽ നിന്നും അപ്പോയിന്റ് ചെയ്ത ഒരു അപ്പോസ്തലനുണ്ട്. അതാണ് പൗലോസ് അപ്പോസ്തലൻ. തന്നിൽ കൂടി കൊലോസ്യ ലേഖനത്തിൽ ഒരു വാക്യം ഞാൻ കാണിക്കാം. കൊലോസ്യ ലേഖനം 1-ാം അധ്യായം 26-ാമത്തെ വാക്യം അവിടെ പറയുകയാണ്. കൊലോസ്യ ലേഖനം 1-ാം അധ്യായം 26-ാമത്തെ വാക്യം, അത് പൂർവ്വകാലങ്ങൾക്കും തലമുറകൾക്കും മറഞ്ഞു കിടന്ന മർമ്മം.
നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ എന്താ എഴുതിയിരിക്കുന്നതെന്ന്? എങ്കിലും ഇപ്പോൾ അവന്റെ വിശുദ്ധന്മാർക്ക് വെളിപ്പെട്ടു വന്നിരിക്കുന്നു. ഈവൻ ദ മിസ്റ്ററി വിച്ച് ഹാഡ് ബീൻ ഹിഡ് ഫ്രം ഏജസ് ആൻഡ് ഫ്രം ജനറേഷൻസ് ബട്ട് നൗ ഈസ് മെയ്ഡ് മാനിഫെസ്റ്റ് ടു ഹിസ് സെയിൻസ്. ഇത് കർത്താവിന്റെ കാലത്തിൽ പോലും വെളിപ്പെടുത്തിയിരുന്ന വിഷയമല്ല. ഒരു വാക്യം കൂടെ അതിനുള്ള ബന്ധത്തിൽ കാണിക്കുക, അബദ്ധം പറ്റി എഴുതിയതല്ല. ഇത് തന്നെയാണ് പോൾ എഴുതിയിരിക്കുന്ന മുഴുവനും വാക്യങ്ങളിൽ എഴുതിയിരിക്കുന്ന മുഴുവനും ഇത് തന്നെയാണ്. റോമാലേഖനം 16 അധ്യായം അതിന്റെ 25 വാക്യം ഒന്ന് വായിച്ച് കൽപ്പിക്കാം. അതിന്റെ ഇംഗ്ലീഷിൽ പറയുന്ന ഇംഗ്ലീഷ് ഭാഗം മാത്രം വായിക്കാം. നൗ ടു ഹിം ദാറ്റ് ഈസ് ഓഫ് പവർ ടു സ്റ്റാബ്ലിഷ് യു അക്കോർഡിംഗ് ടു മൈ ഗോസ്പൽ. പോൾ പറയാണ്, എന്റെ സുവിശേഷ പ്രകാരം ആൻഡ് ദ പ്രീച്ചിങ് ഓഫ് ജീസസ് ക്രൈസ്റ്റ് അക്കോർഡിംഗ് ടു ദ റെവലേഷൻ ഓഫ് ദ മിസ്റ്ററി. യേശു ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നത് അക്കോർഡിംഗ് ടു ദ പ്രീച്ചിങ് ഓഫ് ജീസസ് ക്രൈസ്റ്റ് അക്കോർഡിംഗ് ടു ദ റെവലേഷൻ ഓഫ് ദ മിസ്റ്ററി. നിങ്ങൾ ഹിസ്റ്ററി പ്രകാരം അല്ല കർത്താവിനെ പ്രസംഗിക്കേണ്ടത്, മിസ്റ്ററി പ്രകാരമാണ്. ഈ മിസ്റ്ററി ഇവിടെ റിവീൽ ആയിരിക്കുക. ഈ മിസ്റ്ററി റിവീൽ ആക്കാനായിട്ട് ദൈവം ഇറങ്ങി വന്ന് പൗലോസ് അപ്പോസ്തലനെ യേശു ക്രിസ്തു ഡയറക്റ്റ് അപ്പോയിന്റ് ചെയ്തിരിക്കുക. വിച്ച് വാസ് കെപ്റ്റ് സീക്രട്ട് സിൻസ് ദ വേൾഡ് ബിഗാൻ. സ്വർഗത്തിൽ മറഞ്ഞിരുന്ന ഒരു സ്വർഗീയ പദ്ധതി വെളിപ്പെടുത്തിയിരിക്കുക. ഇത് കർത്താവ് ലോകത്തിൽ ഉണ്ടായിരുന്നപ്പോൾ പറഞ്ഞിരിക്കുന്ന കാര്യമല്ല. നിങ്ങൾ കർത്താവ് പഠിപ്പിച്ചതാണ് എൻ്റെ സുവിശേഷം എന്ന് വിശ്വസിച്ചായിരിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ സത്യം മനസ്സിലാകത്തില്ല. ഇന്നത്തെ മാതിരി ഒരു പാരമ്പര്യ ക്രിസ്തീയ സഭയുടെ ഭാഗമായിട്ട് നിങ്ങൾ പോയിക്കൊണ്ടേയിരിക്കും. ഈ കാലഘട്ടത്തിൽ കാണുന്നത് ബോഡി ഓഫ് ക്രൈസ്റ്റ്, ക്രിസ്തുവിന്റെ ശരീരമാകുന്ന സഭയാണ്. അതായിരുന്നു ഉണ്ടാകേണ്ടത്. എന്നാൽ അതിനെതിരായിട്ട് നിരന്തരം പോരാടിക്കൊണ്ടിരിക്കുന്ന ഒരു ശക്തി ഉണ്ട് എന്നുള്ളൊരു വസ്തുത നിങ്ങൾ മറന്നു പോകല. അത് സാധാന്യ ശക്തിയാണ്. ആ സാധാന്യ ശക്തി നമ്മളെ ഈ സത്യത്തിലേക്ക് വരുവാനായിട്ട് അനുവദിക്കത്തില്ല. ഈ ബോഡി ഓഫ് ക്രൈസ്റ്റ് എന്ന ദൈവസഭ ഇത് പഴയ നിയമത്തിലോ പുതിയ നിയമത്തിലോ ഒന്നും പറഞ്ഞിട്ടുള്ള ഒരു കാര്യമല്ല. പ്രത്യുത സ്വർഗത്തിൽ മറഞ്ഞിരുന്നതും തക്ക സമയത്ത്, അതായത് കർത്താവിന്റെ മരണ പുനരുദ്ധാനത്തിന് ശേഷം, കർത്താവിന്റെ മരണ പുനരുദ്ധാനത്തിന് 1 വർഷം ശേഷമാണ് അവർ പരിശുദ്ധാത്മാവിനെതിരെ ദൂഷണം പ്രവർത്തിച്ച സ്തേഫാനോസിനെ എറിഞ്ഞു കൊല്ലുന്നത്. അതിന് ഉത്തരവിടുന്നത് പൗലോസാണ്, ശൗൽ എന്ന പൗലോസാണ്. ആ ശൗലിനെ അതിന് 1 വർഷത്തിന് ശേഷം കർത്താവ് ദമസ്കോസിൽ വെച്ച് വിളിക്കുക. കർത്താവിന്റെ മരണ പുനരുദ്ധാനത്തിന് ഏകദേശം 2 വർഷത്തിന് ശേഷം പോളിനെ വിളിക്കുകയും തന്നിൽ കൂടി ദൈവം ഉലകത്തിന് വെളിപ്പെടുത്തുകയും ചെയ്തൊരു സ്വർഗീയ മാർഗമുണ്ട്. അതാണ് ഇന്നത്തെ ബോഡി ഓഫ് ക്രൈസ്റ്റ്, അല്ലെങ്കിൽ ക്രിസ്തുവിന്റെ ശരീരമാകുന്ന സഭ. ഇത് ദൈവത്തിന്റെ 2-fold പർപ്പസ് ഓഫ് ഗോഡ്, അല്ലെങ്കിൽ ദൈവത്തിന്റെ ദ്വിമാന രക്ഷാ പദ്ധതികൾ എന്നൊരു വിഷയം നിങ്ങൾ മനസ്സിലാക്കിയില്ലെങ്കിൽ ഈ കാര്യം നിങ്ങൾക്ക് ഉൾക്കൊള്ളുവാനോ മനസ്സിലാക്കുവാനോ കഴിയാതെ പോകും. ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു എന്ന് പറയുന്ന 2 പദ്ധതികളാണ്. ദൈവത്തിന്റെ 2 സ്വർഗീയ പദ്ധതികൾ, 2-fold പർപ്പസ് ഓഫ് ഗോഡ്. അതിലെ ഭൂമി എന്തിനെ സൃഷ്ടിച്ചു എന്നുള്ളതാണ് ഉൽപ്പത്തി മുതൽ ഈ പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും ഒക്കെ വെളിപ്പെടുത്തിയിരിക്കുന്നത്. എന്നാൽ സ്വർഗം എന്തിനെ സൃഷ്ടിച്ചു? നാം സ്വർഗത്തിലേക്ക് പോയി നിത്യം സ്വർഗത്തിൽ വസിക്കുന്ന, സ്വർഗത്തിലെ സിറ്റിസൺസായി സ്വർഗത്തിൽ ചേർക്കപ്പെട്ട് സ്വർഗത്തിൽ വസിക്കുന്ന സ്വർഗീയ നിത്യവാസമുണ്ട്. അത് എന്താണെന്ന് ഈ ബൈബിളിൽ വെളിപ്പെടുത്തിയിട്ടില്ല. നിങ്ങൾക്ക് അതിനെക്കുറിച്ച് ഈ ബൈബിളിൽ പഴയ നിയമത്തിലോ പുതിയ നിയമത്തിലോ കാണത്തില്ല. പൗലോസ് അപ്പോസ്തലനോട് എഴുതിയിരിക്കുന്ന 13 ലേഖനങ്ങളിൽ കൂടിയാണ് ആ പദ്ധതി എന്താണെന്ന്, ബോഡി ഓഫ് ക്രൈസ്റ്റ് എന്താണെന്ന് വെളിപ്പെടുത്തുന്നത്. കൊരിന്ത്യർക്ക് എഴുതിയ 1-ാമത്തെ ലേഖനം അതിന്റെ 2-ാം അധ്യായം അതിന്റെ 7-ാം വാക്യം ഞാനൊന്ന് പ്രൊജക്റ്റ് ചെയ്യാം. കൊരിന്ത്യ ലേഖനം 2-ാം അധ്യായം, 1-ാമത്തെ കൊരിന്ത്യ ലേഖനം 2-ാം അധ്യായം 7-ാമത്തെ വാക്യം. അവിടെ പറയാണ്, ദൈവം ലോക സൃഷ്ടിക്ക് മുൻപേ, ഇതെല്ലാം അണ്ടർലൈൻ ചെയ്ത് മനസ്സിലാക്കേണ്ട കാര്യങ്ങളാണ്. ഉലകം സൃഷ്ടിക്കുന്നതിന് മുൻപ്, അല്ലെങ്കിൽ ആദാമിനെ ഹവ്വയൊക്കെ സൃഷ്ടിക്കുന്നതിന് മുമ്പേ നമ്മുടെ തേജസ്സിനായിട്ട്, എൻ്റെയും നിങ്ങളുടെയും ഒക്കെ തേജസ്സിനായി മുൻ നിയമിച്ചതും ദൈവത്തിന്റെ മനസ്സിൽ ദൈവം സ്വർഗത്തിൽ മുന്നമേ നിയമിച്ചിരുന്നതാണ്. ആകാശത്തിനും ഭൂമിക്കും അടിസ്ഥാനം ഇടുന്നതിന് മുമ്പേ ദൈവം പ്ലാൻ ചെയ്തിരുന്ന പദ്ധതിയും പക്ഷെങ്കിൽ മറഞ്ഞിരുന്നതുമായ, ഇത് വളരെ ഇമ്പോർട്ടൻ്റ്. ഇറ്റ് വാസ് കംപ്ലീറ്റ്ലി ഹിഡ് ഇൻ ഗോഡ്. ഇത് ഒരിടത്തും വെളിപ്പെടുത്തിയിട്ടില്ല, ഒരു പഴയ നിയമത്തിലും ഇതിനെക്കുറിച്ച് എഴുതിയിട്ടില്ല. മറഞ്ഞിരുന്നതുമായ ദൈവത്തിന്റെ ജ്ഞാനം അത്ര മർമ്മമായിട്ട് ഞങ്ങൾ പ്രസ്താവിക്കുന്നു. ഇതാണ് പോളിൽ കൂടെയും കർത്താവ് ദൈവസഭയിൽ വിളിച്ചാക്കിയിരിക്കുന്ന അപ്പോസ്തലന്മാരിൽ കൂടെ, പ്രവാചകന്മാരിൽ കൂടി ദൈവസഭയോട് പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നത്. ദൈവത്തിന്റെ ജ്ഞാനം അത്ര മർമ്മമായിട്ട് ഞങ്ങൾ പ്രസംഗിക്കുന്നു. ഇതാണ് കൃപായുഗത്തിലെ ബോഡി ഓഫ് ക്രൈസ്റ്റിന്റെ മറഞ്ഞിരുന്ന മർമ്മം എന്ന ദൈവിക പദ്ധതി. അത് ക്രിസ്തു നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി കാൽവറിയിൽ നമുക്ക് വേണ്ടി തിരുവെഴുത്തുകളും പ്രകാരം മരിച്ചുവെന്നും തിരുവെഴുത്തും പ്രകാരം ഉയർത്തെഴുന്നേറ്റുവെന്നും നമ്മെ അതിലൂടെ വീണ്ടെടുത്തിരിക്കുന്നുവെന്നും അതിലെ വിശ്വാസത്താൽ നാം പെട്ടിരിക്കുന്നു, അതിൽ നാം രക്ഷിക്കപ്പെടുന്നു എന്നുള്ളത് സ്വർഗീയ പദ്ധതിയാണ്. മഹത്വത്തിന്റെ പ്രത്യാശയായ ക്രിസ്തു നമ്മുടെ ഉള്ളിൽ വസിക്കുന്നു എന്നുള്ള സ്വർഗീയ പദ്ധതിയാണ്. കൊരിന്ത്യർക്ക് എഴുതിയ 1-ാമത്തെ ലേഖനം
അതിന്റെ 2-ാം അധ്യായത്തിന്റെ 2-ാമത്തെ വാക്യം കാണിക്കാം. അവിടെ പറയാണ്, ക്രൂശിക്കപ്പെട്ടവനായ യേശു ക്രിസ്തുവിനെ അല്ലാതെ മറ്റൊന്നും അറിയാത്തവനായി നിങ്ങളുടെ ഇടയിൽ ഇരിക്കണമെന്ന് ഞാൻ നിർണയിച്ചു. പൗലോസ് അപ്പോസ്തലൻ ഗമാലിയേൽ ശാസ്ത്രിയുടെ പാദപീഠത്തിൽ ഇരുന്ന് പഴയ നിയമം മുഴുവനും പഠിച്ചിട്ടുള്ള ആളാ. ഒരു സിനഗോഗിലെ റബി ആകുവാനുള്ള സകല യോഗ്യതകളുമുള്ള മനുഷ്യനാണ്. അദ്ദേഹം പറയാ, എനിക്ക് അതിലൂടെയുള്ള ഒരു രക്ഷയല്ല ഞാൻ പ്രസംഗിക്കുന്നത്. എന്നാൽ കർത്താവ് പറഞ്ഞതുകൊണ്ട് ലോകത്തിൽ വന്നപ്പോൾ നിങ്ങൾ ന്യായപ്രമാണം അനുസരിക്കണം, മോശെ തന്നിരിക്കുന്ന കൽപ്പനകളും പ്രമാണങ്ങളും അനുസരിക്കണം. ന്യായപ്രമാണത്തിലെ ഒരു വള്ളിയോ പുള്ളിയോ വിട്ടുമാറിപ്പോകത്തില്ല. അതെല്ലാം അവരോട് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളാണ്. അത് ദൈവത്തിന്റെ ആ 2-fold പർപ്പസിലെ ഭൂമി എന്തിന്, അത് എങ്ങനെ വീണ്ടെടുത്ത് അബ്രഹാമിന്റെ സന്തതിക്ക് കൊടുക്കും എന്നുള്ള ദൈവിക വാഗ്ദത്തം, സ്വർഗരാജ്യം എന്ന ഭൂമിയിൽ ആകപ്പെടാൻ പോകുന്ന സ്വർഗീയ പദ്ധതിയുടെ ഉപദേശമാണ്. അവിടെ കർത്താവ് പറയാൻ ന്യായ പ്രമാണം അവർ ഫോളോ ചെയ്യേണ്ട കാര്യമാണ്. എന്നാൽ ഇത് മുഴുവനും അറിയാവുന്ന പോൾ പറയാ, ക്രൂശിക്കപ്പെട്ടവനായ യേശു ക്രിസ്തുവിനെ അല്ലാതെ മറ്റൊന്നും അറിയാത്തവനായി നിങ്ങളുടെ ഇടയിൽ ഇരിക്കണമെന്ന് ഞാൻ നിർണയിച്ചു. പോള് പറയുന്നത്, എനിക്ക് ഒത്തിരി കാര്യങ്ങൾ അറിയാം, പക്ഷെ ഉണ്ടെങ്കിൽ എനിക്ക് ഒരേ ഒരു കാര്യമേ പ്രസംഗിക്കാനുള്ളത്, അത് ക്രൂശിക്കപ്പെട്ടവനായ ക്രിസ്തുവ. വി പ്രീച്ച് ജീസസ് ക്രൈസ്റ്റ് ആൻഡ് ഹിം ക്രൂസിഫൈഡ്. ഗലാത്യ ലേഖനം 6-ാം അധ്യായം അതിന്റെ 6-ാം അധ്യായം അതിന്റെ 14-ാം വാക്യം കാണിക്കാം. ഗലാത്യ ലേഖനം 6-ാം അധ്യായം അതിന്റെ 14-ാം വാക്യം അവിടെ പറയുകയാണ്, എനിക്കോ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ക്രൂശിലല്ലാതെ പ്രശംസിപ്പാൻ ഇടവരരുത്. പോള് പ്രശംസിക്കുന്നത് കർത്താവിന്റെ ക്രൂശിലാണ്. ഹല്ലേലൂയ. 12 അപ്പോസ്തലന്മാർക്ക് അതിൽ പ്രശംസിക്കാൻ കഴിയത്തില്ല. അവർ പ്രസംഗിച്ചിട്ടുണ്ട്, ക്രൂശിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അത് നിങ്ങൾ നമ്മുടെ മശിഹായെ കൊന്നുകളഞ്ഞ മരം ആയിട്ടാണ് അതിനെ അവർ കാണുന്നത്. അതിന്റെ മഹിമ എന്താണെന്നോ, അവർക്ക് അതിലൂടെ ഒഴുകിയ രക്തത്താൽ അല്ലെങ്കിൽ അതിലൂടെ തുറക്കപ്പെട്ട രക്ഷാ പദ്ധതി എന്താണെന്നോ വെളിപ്പെട്ടിട്ടില്ലായിരുന്നു. അവരുടെ വിളി അതല്ല, അവരുടെ തെരഞ്ഞെടുപ്പ് അതല്ല. എന്നാൽ അത് പ്രസിദ്ധമാക്കുവാൻ ദൈവം വിളിച്ചാക്കിയിരിക്കുന്ന അപ്പോസ്തലനാണ് പൗലോസ് അപ്പോസ്തലൻ. താൻ പറയാണ്, എനിക്കോ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ക്രൂശിൽ അല്ലാതെ പ്രശംസിപ്പാൻ ഇടവരരുത്. അവനാൽ ലോകം എനിക്കും ഞാൻ ലോകത്തിനും ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു. ഹല്ലേലൂയ. ഇതിന്റെയൊക്കെ ആത്മീക അർത്ഥം മനസ്സിലാക്കുവാൻ ദൈവം നിങ്ങളുടെ കണ്ണ് തുറക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുക. ഇതിന്റെ 2-ാം അധ്യായത്തിന്റെ അവസാനത്തെ വാക്യം നോക്കി. അവിടെ പറയുകയാണ്, 2-ാം അധ്യായത്തിന്റെ അവസാനത്തെ വാക്യം, ഞാൻ ദൈവത്തിന്റെ കൃപ വൃഥാവാക്കുന്നില്ല. പോൾ പറയുകയാണ്, ഞാൻ ദൈവത്തിന്റെ കൃപ വൃഥാവാക്കുന്നില്ല. ന്യായ പ്രമാണത്താൽ നീതി വരുന്നു എങ്കിൽ ക്രിസ്തു മരിച്ചത് വെറുതെ ആയല്ലോ. കർത്താവ് പറയാം, നിങ്ങൾ രക്ഷിക്കപ്പെടണമെന്നുണ്ടെങ്കിൽ ന്യായ പ്രമാണം ഫോളോ ചെയ്യുക. അയ്യോ, അതേത് പ്രമാണമാണ് അവൻ ചോദിക്കുമ്പോൾ പറയാം, മോശ മുഖാന്തരം നിങ്ങളുടെ കയ്യിൽ തന്നിരിക്കുന്ന പ്രമാണം അത് ഫോളോ ചെയ്യാൻ പറയുക. ഇവിടെ പൗലോസ് അപ്പോസ്തലൻ പറയുന്നത് കണ്ടോ, നിങ്ങൾ ന്യായ പ്രമാണത്തിൽ കൂടി നിങ്ങൾക്ക് നീതി ലഭിക്കുന്നുവെങ്കിൽ ക്രിസ്തു മരിച്ചത് വെറുതെ ആയിപ്പോയല്ലോ. I do not frustrate the grace of God, for if righteousness come by the law, then Christ is dead in vain. കർത്താവിന്റെ മരണ പുനരുദ്ധാനത്തിന് ശേഷം തുറക്കപ്പെട്ടിരിക്കുന്ന ഒരു സ്വർഗീയ പദ്ധതിയുണ്ട്. അതിനെയാണ് ദ ചർച്ച്, ദ ബോഡി ഓഫ് ക്രൈസ്റ്റ് എന്ന് പറയുന്നത്. നിങ്ങൾ ഇന്ന് അതിന്റെ ഭാഗമായിരിക്കണം. നിങ്ങൾക്ക് അത് എന്താണെന്നേ അറിയത്തില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഏതോ ഒരു പ്രസ്ഥാനം, സാത്താൻ ഇവിടെ നമ്മളെ തെറ്റിച്ചിരിക്കുന്ന ഒരു വലിയ വേൾഡിലി പ്രസ്ഥാനമുണ്ട്. നിങ്ങൾ അതിലൊരു മെയിൻ മെമ്പറായിട്ട് തുടർന്നുകൊണ്ടിരിക്കുക. പക്ഷെ ക്രിസ്ത്യാനിറ്റി എന്താണെന്ന് നിങ്ങൾക്ക് അറിയത്തില്ല. നിങ്ങളുടെ ഹൃദയത്തിലും നിങ്ങളുടെ മനസ്സിലും എല്ലാം ആ ഒരു ഹെരസി കുത്തി നിറച്ചിരിക്കുക സാത്താൻ. അതിനെ ഡിലീറ്റ് ചെയ്ത് സത്യ ഉപദേശം എന്താണെന്ന് നിങ്ങളുടെ ഹൃദയത്തിൽ റീലോഡ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഗതി അധോഗതിയാണെന്ന് ഞാൻ ഈ അവസാന നിമിഷങ്ങളിൽ സ്നേഹത്തോട് ഓർപ്പിക്കുക. സത്യത്തെ മനസ്സിലാക്കണം. ഈ കാലഘട്ടത്തിലെ രക്ഷ ന്യായ പ്രമാണത്തിലോ താങ്കളുടെ നീതി പ്രവർത്തികളിലോ മത്തായി, മർക്കോസ്, ലൂക്കോസ്, യോഹന്നാൻ എന്ന 4 സുവിശേഷങ്ങളിൽ കൂടെ പറഞ്ഞിരിക്കുന്ന ഉപദേശങ്ങളിലോ അല്ല, മറിച്ച് കർത്താവ് കാൽവറിയിൽ നിവർത്തിച്ചിരിക്കുന്ന ആ രക്ഷണ്യ പ്രവൃത്തിയിലെ വിശ്വാസത്താൽ മാത്രമാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ വാക്യങ്ങളെല്ലാം അർദ്ധശങ്കയ്ക്കിടയില്ലാതെ വിരൽ ചൂണ്ടുന്നത് കർത്താവിന്റെ കാൽവറിയിലൂടെ നിവർത്തിക്കപ്പെട്ടിരിക്കുന്ന പരമയാഗം, ആ പ്രൊപ്പിച്ചിയേഷൻ ഡെത്ത്, ആ സബ്സ്റ്റിറ്റ്യൂഷണറി അറ്റോൺമെന്റ്, അതാണ് ഇന്ന് നമ്മുടെ രക്ഷാകേന്ദ്രം. അതിലൂടെ സകല മാനവരാശിക്കും തുറക്കപ്പെട്ടിരിക്കുന്ന രക്ഷാ പദ്ധതിയാണ് സഭ, അല്ലെങ്കിൽ ക്രിസ്തുവിന്റെ ശരീരം ആകുന്ന ദൈവസഭ, ബോഡി ഓഫ് ക്രൈസ്റ്റ്. വിശ്വസിക്കുന്നവർക്ക് അവൻ തന്റെ രക്തം മൂലം പ്രായശ്ചിത്തമാകുവാൻ ദൈവം അവനെ പരസ്യമായി നിർത്തിയിരിക്കുന്നു. ഇതാ ക്രിസ്ത്യാനിറ്റി എന്ന് പറയുന്നത്. ഇഫ് യു ഡു നോട്ട് നോ ദ ഗ്ലോറി ഓഫ് ദ ക്രോസ്, യു ആർ നോട്ട് ഈവൻ എ ക്രിസ്ത്യൻ. നിങ്ങൾക്ക് ഈ സത്യം മനസ്സിലായിട്ടില്ലെങ്കിൽ നിങ്ങൾ നാമധേയ ക്രിസ്ത്യാനിയായിട്ട് ഇവിടെ തുടരാം. നിങ്ങളുടെ പള്ളിയിലെ രജിസ്റ്ററിൽ ഒരു പക്ഷെങ്കിൽ നിങ്ങളുടെ പേരുണ്ടെന്ന് വന്നേക്കാം. അവിടെ പേര് വിളിക്കുമ്പോൾ താങ്കൾ കാണത്തില്ല. ഇന്നത്തെ ക്രിസ്ത്യാനിറ്റിയിൽ 99%, അതായത് 229 കോടി
300 കോടി ക്രിസ്ത്യാനികളാണ് ഇന്ന് ലോകത്തിലുള്ളത്. അതിലെ 229 കോടിയും ഈ യഥാർത്ഥ ക്രിസ്ത്യാനിയല്ല, അവർ ഒരു തരത്തിൽ പറഞ്ഞാൽ യഹൂദിയാനി എന്ന് വേണമെങ്കിൽ പറയാം. യഹൂദനായിട്ട് ജീവിക്കാൻ ആഗ്രഹിക്കുന്നവർ, യഹൂദിയ വിശ്വാസത്തിൽ അങ്ങനെ മുങ്ങിക്കിടക്കുന്നവർ, യഹൂദിയാനി എന്ന് പറയുന്നതായിരിക്കും അവർക്ക് കുറെ കൂടെ ആപ്റ്റായിട്ടുള്ള പേര് എന്നെനിക്ക് തോന്നുകയാണ്. കാര്യം അവർ യഹൂദനെ ഫോളോ ചെയ്യാൻ താല്പര്യപ്പെടുന്നു. ദ മോർ ജൂവിഷ് ബിലീഫ് യു ആർ ഇൻ, ദ മോർ സ്ട്രോങ്ങർ ക്രിസ്ത്യൻ യു ആർ എന്ന് അവർ വിശ്വസിച്ചിരിക്കുന്നു. അതൊരു ഭൂലോക തെറ്റാണ്. ആക്ച്വലി യു ആർ സിറ്റിംഗ് ഓൺ എ റോക്ക് വിച്ച് ഇസ് ഫിൽഡ് വിത്ത് ഹെറസി. ആ ദുരുപദേശങ്ങളുടെ ഒരു വലിയ പാറക്കെട്ടിന്റെ പുറത്താണ് താങ്കൾ ഇരിക്കുന്നത്. താങ്കൾ അവിടുന്ന് രക്ഷപ്പെടണമെന്നുണ്ടെങ്കിൽ ഈ സത്യം ഒന്ന് മനസ്സിലാക്കണം. നിങ്ങളുടെ പള്ളി ഒരു സിനഗോഗായിട്ട് മാറ്റാൻ കഴിയുമായിരുന്നുണ്ടെങ്കിൽ അവരതും ചെയ്തേനെ. ആ നിലയിൽ അത്രമാത്രം യഹൂദനോട് പറ്റിച്ചേർന്നിരിക്കുക. കർത്താവ് യഹൂദിയ ദേശത്ത് ജനിച്ചു എന്നുള്ളത് ശരിയാണ്. കർത്താവ് ജനിച്ചതിലോ കർത്താവിന്റെ ലോകത്തിലെ ശുശ്രൂഷയിലോ ഒന്നും അല്ല ക്രിസ്ത്യാനിറ്റി രൂപം കൊള്ളുന്നതും താങ്കൾ രക്ഷിക്കപ്പെടുന്നതും. കർത്താവിന്റെ മരണ അടക്ക പുനരുദ്ധാനത്തിന് ശേഷം, സ്വർഗാരോഹണം ചെയ്തതിന് ശേഷം 2 വർഷത്തിന് ശേഷം ദൈവം പൗലോസ് അപ്പോസ്തലനെ വിളിച്ച് സ്വർഗത്തിൽ അന്നു വരെ മറഞ്ഞിരുന്ന സ്വർഗീയ പദ്ധതി വെളിപ്പെടുത്തി തരികയാണ്. അതിലെ വിശ്വാസത്താൽ, ആ കാൽവറി ക്രൂസിലൂടെ നിവർത്തിക്കപ്പെട്ട രക്ഷണ്യ പദ്ധതിയിലെ വിശ്വാസത്താൽ താങ്കൾ രക്ഷിക്കപ്പെടുകയാണ്. കർത്താവ് വന്നത് ക്രൂശ് പ്രസംഗിക്കാനല്ല. ക്രൂശിൽ കൂടി മാനവരാശിയെ രക്ഷിക്കുന്ന പദ്ധതി പ്രസംഗിച്ചിട്ടുമില്ല. ഹല്ലേലൂയ. പ്രത്യുത യഹൂദിയ പിതാക്കന്മാർക്ക് കൊടുത്ത വാഗ്ദത്ത പദ്ധതികൾ ഉറപ്പിക്കാനായിട്ട് അതാണ് അവരുടെ ഇടയിൽ പ്രസംഗിക്കുന്നത്. ഒരു ടിപ്പിക്കൽ ജൂവിഷ് വില്ലേജ് ആണ് ഈ 4 സുവിശേഷങ്ങളും. മത്തായി, മർക്കോസ്, ലൂക്കോസ്, യോഹന്നാൻ എന്ന 4 സുവിശേഷങ്ങളും യഹൂദന്റെ ഉപദേശവും യഹൂദന്റെ സിനഗോഗും അവരുടെ ആലയവും അവരുടെ ആചാര്യന്മാരും അവരുടെ പൗരോഹിതന്മാരും അവരുടെ ന്യായപാലം, അവിടുത്തെ കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്ന വിഷയങ്ങളാണ്. അതും താങ്കളുമായിട്ട് ഒരു ബന്ധവുമില്ല. ഹല്ലേലൂയ. അതുകൊണ്ട് തന്നെ സ്വർഗരാജ്യം ദൈവം അവരോട് പ്രസംഗിച്ചു. കാര്യം അവരുടെ പിതാക്കന്മാർക്ക് കൊടുത്ത വാഗ്ദത്തം അതായിരുന്നു. ആ വാഗ്ദത്തങ്ങളെ ഉറപ്പിക്കുന്ന വിഷയത്തിന് വേണ്ടിയിട്ടാണ് കർത്താവ് ലോകത്തിലേക്ക് വന്നത്. കർത്താവ് മരിക്കാൻ വേണ്ടിയിട്ടാണ് ലോകത്തിൽ വന്നത് എന്നുള്ളത് സത്യമായിരിക്കെ ആ വിഷയം വെളിപ്പെടുത്തിയിട്ടില്ല. അത് രഹസ്യമായിരുന്ന സ്വർഗീയ മർമ്മമായിരുന്ന പദ്ധതി കർത്താവ് ലോകത്തിലായിരുന്നപ്പോൾ കൂടെ അത് വെളിപ്പെടുത്തിയിട്ടില്ല. എന്നാൽ ഈ സത്യമൊന്നും മനസ്സിലാകാത്തവണ്ണം സാത്താൻ നമ്മെ ഒരു ക്ഷുദ്രത്തിൽ മുക്കിയിരിക്കുക. നമ്മുടെ രക്ഷാ പദ്ധതി എന്താണെന്നും യഹൂദന്റെ പദ്ധതി എന്താണെന്നും ചോദിച്ചാൽ ഇന്ന് ഒരുമാതിരിപ്പെട്ടവർക്ക് ആർക്കും അറിയത്തില്ല. അവരിതിനെല്ലാം കൂടെ ചേർത്ത് കോർത്തിണക്കി ഇതെല്ലാം ഒരു പദ്ധതിയാണ് എന്ന് പറഞ്ഞിരിക്കുക. ഇങ്ങനെ വെള്ളത്തിലെ ആമ്പല് പോലെ നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. ഇതിനൊരു അന്ത്യമുണ്ട്. നിങ്ങൾ കർത്താവിന്റെ മുന്നിൽ നിൽക്കുന്ന ഒരു ദിവസമുണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് തലയ്ക്ക് വെളിവുള്ള കാലത്ത് മറന്നു പോകരുത് എന്ന് ഞാൻ നിങ്ങളെ ഓർപ്പിക്കുക. പൗലോസ് അപ്പോസ്തലനിലൂടെ ക്രൂശ് മാത്രം പ്രസംഗിച്ച് കൃപയാൽ ജനം രക്ഷിക്കപ്പെട്ട കാലത്ത് 1 വർഷത്തിനകം സാത്താൻ അവിടെ ക്ഷുദ്രം വിതയ്ക്കാൻ കഴിഞ്ഞെങ്കിൽ, അതായത് പൗലോസ് അപ്പോസ്തലന് വെളിപ്പെട്ട ഈ സ്വർഗീയ മർമ്മമുണ്ട്. ദൈവം അറബിയിലേക്ക് പോളിനെ നടത്തിക്കുകയും ഈ കൃപയുടെ സുവിശേഷം എന്താണെന്നും കൃപ പദ്ധതി എന്താണെന്നും ദൈവം വെളിപ്പെടുത്തി തുടങ്ങി. അത് ഒരു രാത്രി കൊണ്ടോ 1 വർഷം കൊണ്ടോ തീർന്നില്ല. ഏകദേശം 1/4 ഓഫ് എ സെഞ്ചുറി, അറ്റ്ലീസ്റ്റ് 25 വർഷത്തിലേറെ കർത്താവ് ദൈനംദിനം പൗലോസ് അപ്പോസ്തലന് വെളിപ്പാടുകളിൽ കൂടി ഇത് വെളിപ്പെടുത്തി കൊടുക്കുകയാണ്. ആ സ്വർഗത്തിൽ മറഞ്ഞിരുന്ന സ്വർഗീയ പദ്ധതിയാണ് താൻ പ്രസംഗിക്കുന്നതും താൻ 13 ലേഖനങ്ങളിൽ കൂടി 7 സഭകൾക്കും 4 പാസ്റ്ററൽ എപ്പിസ്റ്റലും 9 സഭാലേഖനങ്ങളും ഒക്കെ ആയിട്ട് എഴുതി ഇത് ലോകത്തെ അറിയിച്ചിരിക്കുന്നത്. അത് പൗലോസ് അപ്പോസ്തലനിലൂടെ വെളിപ്പെട്ടിരിക്കുന്ന പദ്ധതിയാണ്. അത് പ്രസംഗിച്ച 1 വർഷത്തിനകം തന്നെ അവിടെ സാത്താൻ ശക്തമായിട്ട് ക്ഷുദ്രം വിതയ്ക്കുവാൻ ഇടയായെങ്കിൽ, ഞാൻ വെറുതെ പറയുകയല്ല, പൗലോസ് അപ്പോസ്തലൻ ശുശ്രൂഷ ആരംഭിക്കുന്നത് ഗലാത്യ സഭകളിലാണ്. അവിടുന്ന് തിരിച്ച് താൻ അന്ത്യോക്യയിൽ എത്തിക്കഴിഞ്ഞപ്പോൾ തന്നെ ഈ ദുരുപദേശങ്ങളും സാത്താൻ അതിന്റെ പുറത്ത് കള വിതയ്ക്കുവാനായിട്ടിടയായി. അതുകൊണ്ടാണ് ഗലാത്യ ലേഖനം 3-ാം അധ്യായം 1-ാം വാക്യത്തിൽ പോൾ ചോദിക്കുന്നത്, ഹാ ബുദ്ധിയില്ലാത്ത ഗലാത്യരെ. ഗലാത്യ ലേഖനം 3-ാം അധ്യായം അതിന്റെ 1-ാം വാക്യം അവിടെ പറയുകയാണ്, ഹാ ബുദ്ധിയില്ലാത്ത ഗലാത്യരെ, യേശു ക്രിസ്തു ക്രൂശിക്കപ്പെട്ടവനായി നിങ്ങളുടെ കണ്ണിന് മുമ്പിൽ വരച്ചു കിട്ടിയിരിക്കുക നിങ്ങളെ ക്ഷുദ്രം ചെയ്തു മയക്കിയതാര്? Of foolish Galatians, who hath bewitched you, that ye should not obey the truth, before whose eyes Jesus Christ hath been evidently set forth crucified among you. കർത്താവിനെ ക്രൂശിക്കപ്പെട്ടവനായി ഞാൻ നിങ്ങളുടെ മുമ്പിൽ വരച്ച് കാണിച്ചിരിക്കുക. നിങ്ങളുടെ രക്ഷാപദ്ധതി എന്താണെന്ന് ഞാൻ സ്കെച്ച് ചെയ്ത് കാണിച്ചിരിക്കുക. എന്നിട്ടും നിങ്ങളെ ഈ ക്ഷുദ്രം ചെയ്ത് മയക്കിയത് ആരെന്ന് ചോദിക്കുക.
ഇന്ന് ഇതുപോലെ നമുക്ക് വളരെ വ്യക്തമായിട്ട് തൻ്റെ 13 ലേഖനങ്ങളിൽ കൂടി ഇത് വെളിപ്പെടുത്തി തന്നിരിക്കുക. എന്നിട്ട് നമുക്കിത് മനസ്സിലായിട്ടില്ല. നമ്മളെ അന്ന് ഒരു വർഷത്തിനകത്ത് ജനത്തെ സാത്താൻ ഇതിൽ നിന്ന് തെറ്റിച്ച് കളഞ്ഞുവെങ്കിൽ ഇന്ന് വിശ്വാസത്യാഗം സംഭവിച്ചു പോയിരിക്കുന്ന തലമുറകളിൽ കൂടി കടന്നു വന്ന് നമ്മളെ അവൻ തെറ്റിന്റെ കൂമ്പാരത്തിൽ അകപ്പെടുത്തിയിരിക്കുക. ഇന്ന് അങ്ങനെ ഒരു തെറ്റായ വിശ്വാസത്തിന്റെയും തെറ്റായ സാമ്രാജ്യത്തിന്റെയും പുറത്താണ് താങ്കൾ ഞെളിഞ്ഞിരിക്കുന്നത്. ക്രിസ്ത്യാനിറ്റി എന്ന് പറഞ്ഞിട്ട് ആക്ച്വലി അത് ക്രിസ്ത്യാനിറ്റി അല്ല, അതിലൊരു ക്രിസ്തീയ വിശ്വാസവുമില്ല. താങ്കൾ ഒരു റോമൻ പാഗൻ ഉപദേശത്തെ കുറച്ച് ന്യായപ്രമാണവും കുറച്ച് കർത്താവ് പറഞ്ഞ ഉപദേശങ്ങളും എല്ലാം കൂടെ ചേർത്തുണ്ടാക്കിയിരിക്കുന്ന ഒരു വിശ്വാസത്തിന്റെ പുറത്ത്. അത് ഒന്നും രണ്ടും ക്രിസ്ത്യാനിറ്റി അല്ല, 99% അതിന്റെ പുറത്തായിരിക്കുന്നത്. നിങ്ങൾക്ക് മനസ്സുണ്ടെങ്കിൽ വിശ്വസിക്കാം, ഇല്ല എന്നുണ്ടെങ്കിൽ അതിന്റെ കോൺസിക്വൻസസ് എന്താണെന്ന് താങ്കൾക്ക് മനസ്സിലാകുമ്പോൾ താങ്കൾക്ക് അത് ബോധ്യമാവും. പക്ഷെ ദാറ്റ് വിൽ ബി ടു ലേറ്റ്. ഞാൻ ഇന്ന് വളരെ സ്നേഹത്തോട് നിങ്ങളെ ഓർപ്പിക്കുക, ഈ ബൈബിളിൽ പൗലോസ് അപ്പോസ്തലനോട് പറഞ്ഞിരിക്കുന്ന 13 ലേഖനങ്ങളിൽ കൂടിയാണ് ഇന്നത്തെ ക്രിസ്ത്യാനിറ്റി, ദ ചർച്ച്, ദ ബോഡി ഓഫ് ക്രൈസ്റ്റ്, സ്വർഗത്തിലേക്ക് ചേർക്കപ്പെടുന്ന, കാഹളം ധ്വനിക്കുമ്പോൾ വാനമേഘങ്ങളിൽ ചേർക്കപ്പെടുന്ന ദൈവസഭ എന്താണെന്ന് പറഞ്ഞിരിക്കുന്നത് ആ 13 ലേഖനങ്ങളിൽ കൂടിയാണ്. അല്ലാതെ കർത്താവ് ലോകത്തിൽ വന്നപ്പോൾ പ്രസംഗിച്ചിട്ടില്ല. മത്തായി, മർക്കോസ്, ലൂക്കോസ്, യോഹന്നാൻ എന്ന 4 സുവിശേഷങ്ങൾ അതിനെക്കുറിച്ച് പ്രതിപാദിച്ചിട്ടുമില്ല. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. നിങ്ങൾക്കത് മനസ്സിലാകുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കർത്താവ് പറഞ്ഞത് എന്താണെന്ന് കൂടെ ഞാൻ പെട്ടെന്നൊന്ന് കാണിക്കാം. മർക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായം അതിന്റെ 14-15 വാക്യങ്ങൾ ഞാനൊന്ന് പ്രൊജക്റ്റ് ചെയ്യാം. അവിടെ പറയാണ്, എന്നാൽ യോഹന്നാൻ തടവിലായ ശേഷം യേശു ഗലീലയിൽ ചെന്ന് ദൈവരാജ്യത്തിന്റെ സുവിശേഷം പ്രസംഗിച്ചു. എന്തിന്റെ സുവിശേഷമാ? ദൈവരാജ്യത്തിന്റെ സുവിശേഷമാ കർത്താവ് പ്രസംഗിക്കുന്നു. ഈ സ്വർഗരാജ്യം ദൈവം പിതാക്കന്മാർക്ക് വാഗ്ദത്തം കൊടുത്തിരിക്കുന്ന, അബ്രഹാമിനും ഇസഹാക്കിനും യാക്കോബിനും ഒക്കെ വാഗ്ദത്തം കൊടുത്ത ആ ദൈവരാജ്യത്തിന്റെ സുവിശേഷമാ പ്രസംഗിച്ചത്. യോഹന്നാൻ തടവിലായ ശേഷം യേശു ഗലീലയിൽ ചെന്ന് ദൈവരാജ്യത്തിന്റെ സുവിശേഷം പ്രസംഗിച്ചു. അടുത്ത വാക്യം, 15-ാമത്തെ വാക്യം, അവിടെ പറയാണ്, കാലം തികഞ്ഞു, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു. അതായത് നിങ്ങളുടെ പിതാക്കന്മാരോട് പ്രോമിസ് ചെയ്തിരുന്ന ആ ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു. നിങ്ങളാണ് അതിന്റെ മക്കൾ, നിങ്ങൾ അതിലേക്ക് കടക്കാൻ പോവുകയാണ്. മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിപ്പീൻ എന്ന് പറഞ്ഞു. കാലം തികഞ്ഞു, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു. യു ആർ ജസ്റ്റ് അബൌട്ട് ടു എൻ്റർ ഇൻ ടു ദ കിങ്ഡം ഓഫ് ഹെവൻ. നിങ്ങൾ ഭാഗ്യം ചെന്നവരാണ്. അതുകൊണ്ട് മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിക്കാൻ പറയുക. എന്താ സുവിശേഷം? കർത്താവ് കാൽവറിയിൽ തകർക്കപ്പെടാൻ പോകുന്നു, ആ കാൽവറിയിലൂടെ ഒഴുകുന്ന രക്തം, അതിലെ വിശ്വാസം, നിങ്ങൾ അതിൽ കൂടെ രക്ഷിക്കപ്പെടും എന്നൊക്കെയാണോ? അതൊന്നും അന്ന് വരെ പ്രസംഗിച്ചിട്ടില്ല. കർത്താവ് കയറി ഇറങ്ങി നടന്ന് പ്രസംഗിക്കുക, ഓരോ സിനഗോഗിലും കയറി ഇറങ്ങി നടന്ന് പ്രസംഗിക്കുക. യോഹന്നാൻ തടവിലായ ശേഷം യേശു ഗലീലയിൽ ചെന്ന് ദൈവരാജ്യത്തിന്റെ സുവിശേഷം, നിറയെ റെഫറൻസുകൾ ഞാൻ എടുത്ത് കാണിക്കാം. എത്രയോ ആലയങ്ങളിൽ കർത്താവ് കയറി ഇറങ്ങി നടന്ന് പ്രസംഗിക്കുക. അവിടെ എല്ലാം പ്രസംഗിക്കുന്ന ഈ ദൈവരാജ്യത്തിന്റെ സുവിശേഷമാണ്. അല്ലെങ്കിൽ കൃപയാൽ നാം കാൽവറി ക്രൂശിലൂടെ രക്ഷിക്കപ്പെടുന്ന പദ്ധതിയെ അല്ല. അടുത്തൊരു വാക്യം കാണിക്കാം. മത്തായിയുടെ സുവിശേഷം 4-ാം അധ്യായം അതിന്റെ 23-ാമത്തെ വാക്യം കാണിക്കാം. മത്തായിയുടെ സുവിശേഷം 4-ാം അധ്യായം അതിന്റെ 23-ാമത്തെ വാക്യം. അവിടെ പറയാണ്, പിന്നെ യേശു ഗലീലയിലൊക്കെയും ചുറ്റി സഞ്ചരിച്ചുകൊണ്ട് അവരുടെ പള്ളികളിൽ ഉപദേശിക്കുകയും രാജ്യത്തിന്റെ സുവിശേഷം പ്രസംഗിക്കുകയും ജനത്തിലുള്ള സകല ദീനത്തെയും വ്യാധിയെയും സൗഖ്യമാക്കുകയും ചെയ്തു. ഇതെല്ലാം അതിന്റെ പാർട്ടാണ്. അവിടെ സൗഖ്യമുണ്ട്, അവിടെ രോഗശാന്തിയുണ്ട്, അവിടെ ഭൂതബാധ വിട്ടൊഴിഞ്ഞു പോകും, അവിടെ അത്ഭുതങ്ങളുണ്ട്, അടയാളങ്ങളുണ്ട്, വീര്യപ്രവർത്തികളുണ്ട്, പ്രവചനമുണ്ട്, അന്യഭാഷ, ഇതെല്ലാം ഉണ്ട്. ഇതെല്ലാം അവരുടെ പദ്ധതിയാണ്. സ്വർഗരാജ്യത്തിന്റെ സുവിശേഷം എന്ന് പറയുന്നത് പാപമോചനം, പശ്ചാത്താപം, മടങ്ങിവരവ്, കൽപ്പനകളും പ്രമാണങ്ങളും അനുസരിക്കുക, ന്യായപ്രമാണത്തിലെ കൽപ്പനകളും പ്രമാണങ്ങളും ഒക്കെ അനുസരിക്കുക, മുന്നമേ അവന്റെ നീതിയും രാജ്യവും അന്വേഷിക്കുക. അങ്ങനെ ദൈവത്തോട് അടുക്കുന്ന ഒരു രക്ഷാ പദ്ധതിയാണ് അത്. ഇന്നത്തെ പോലെ കൃപയാൽ വിശ്വാസം മൂലം നൊടിയിടയിൽ രക്ഷിക്കപ്പെടുന്ന പദ്ധതി അല്ല അത്. അത് കർത്താവ് ഇവിടെ എല്ലാം പ്രസംഗിച്ചിട്ടുള്ളത്. രാജ്യത്തിന്റെ സുവിശേഷം എന്ന് പറയുന്നത് വാഗ്ദത്ത കനാൻ എന്ന സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുന്ന സുവിശേഷമാണ്. അതിനെക്കുറിച്ചാണ് ദൈവം അവരോട് പ്രസംഗിച്ചിട്ടുള്ളത്. അതും ഉൽപ്രാപണവും ജഡ്ജ്മെന്റ് സീറ്റ് ഓഫ് ക്രൈസ്റ്റും നമ്മുടെ തേജസ്കരണവും സ്വർഗീയ നിത്യവാസവും ഒന്നുമായിട്ട് ചേർന്ന് പോകത്തില്ല. അത് ഇതുമായിട്ട് മാച്ച് ആവത്തില്ല. ഇതെല്ലാം കൂടി ഒരു ഉപദേശമായിട്ട് എടുത്താൽ ആകെപ്പാടെ കിച്ചടിയായി പോകും. നിങ്ങൾ യഹൂദിയ വിശ്വാസത്തെ ക്രിസ്തീയവൽക്കരിക്കാൻ ശ്രമിച്ചാൽ അത് ക്രിസ്തീയമായിട്ട് മാറത്തില്ല. യഹൂദിയ വിശ്വാസമാണ്, ക്രിസ്തീയ വിശ്വാസമാണ്. അതിനെ രണ്ടിനെയും റൈറ്റ്ലി ഡിവൈഡ് ചെയ്ത് മനസ്സിലാക്കിയില്ല എന്നുണ്ടെങ്കിൽ കംപ്ലീറ്റ് ഒരു ഗോൾമാലിനകത്തായി പോകും നിങ്ങൾ. സ്വർഗരാജ്യം അത് മണവാട്ടിയെ പോലെ അലങ്കരിച്ച സ്വർഗത്തിൽ നിന്നും ഇറങ്ങി വരുന്ന ആ വാഗ്ദത്ത ഭവനം, ആ വാഗ്ദത്ത സ്വർഗരാജ്യം സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരും. അബ്രഹാമും ഇസഹാക്കും യാക്കോബും ഒക്കെ വാഗ്ദത്തത്തിന് ഉടമകളായിരുന്ന അവര് ആ വാഗ്ദത്തം അനുഭവിക്കാതെ അവർ ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടു. പക്ഷെങ്കിൽ അവർ കൂടാരങ്ങളിൽ പാർത്തുകൊണ്ട് ദൈവം ശില്പിയായി നിർമ്മിച്ചതും അടിസ്ഥാനങ്ങളുള്ളതുമായ ആ നഗരത്തിനായി കാത്തിരുന്നു.
ആ നഗരം സ്വർഗത്തിൽ നിന്നും ഭൂമിയിലേക്ക് ഇറങ്ങി വരുന്നതാണ്. വെളിപ്പാട് പുസ്തകം 19 അധ്യായത്തിലൊക്കെ പറയുന്നത് അതാണ്. അതിന് 12 ഗോപുരങ്ങൾ, അതിന് 12 നഗരങ്ങൾ, 12 വാതിലുകൾ, 12 മതിലുകൾ. മനസ്സിലായത്? അതെല്ലാം 12ന്റെ കണക്കാണ്. അത് 12 ഗോത്രമാണ്, യഹൂദന്മാരുടെ 12 ഗോത്രമാണ്. അതിനൊത്തവണ്ണം ആ 12 ഗോത്രങ്ങളെ ന്യായം വിധിക്കാൻ 12 ശിഷ്യന്മാരെ കർത്താവ് എണ്ണി എടുത്തിരിക്കുക. ആ 12 ശിഷ്യന്മാരും 12 ഗോത്രങ്ങൾക്കും ന്യായം വിധിച്ച് കർത്താവിനോടൊപ്പം സിംഹാസനത്തിലായിരിക്കും. അതെല്ലാം ദൈവിക പദ്ധതി, യഹൂദനോടുള്ള പദ്ധതിയാണ്. അതിനാ മണവാട്ടി സഭ എന്ന് പറയുന്നത്. ആ മണവാളന് വേണ്ടി കാത്തിരിക്കുന്ന, വിളക്കിൽ എണ്ണയോട് കാത്തിരിക്കുന്ന മണവാട്ടിയുടെ ഉപമയൊക്കെ പറഞ്ഞ് കർത്താവ് അവരോട് അത് എക്സ്പ്ലെയിൻ ചെയ്യുന്നത് വളരെ കൃത്യമാണ്. ആ സ്വർഗരാജ്യത്തിന് എല്ലാം 12ന്റെ കണക്കാണ്. ആ 12 ഗോത്രങ്ങൾക്ക് ഒത്തവണ്ണം ആ കാര്യങ്ങൾ ക്രമീകരിച്ചിരിക്കുന്നത്. അത് പഴയ നിയമത്തിലുടനീളം നിങ്ങൾക്ക് കാണുവാനായിട്ട് കഴിയും. അതിന്റെ വാഗ്ദത്ത നിവർത്തീകരണത്തിന്റെ അവസാനത്തെ സ്റ്റേജാണ് കർത്താവ് ലോകത്തിലേക്ക് വരുന്നത്. ആ മത്തായി, മർക്കോസ്, ലൂക്കോസ്, യോഹന്നാൻ എന്ന ആ ഉപദേശങ്ങളെല്ലാം പറഞ്ഞിരിക്കുന്നത് അതിന്റെ ആ ഒരു ക്രീം ഫേസിലാണ്. സ്വർഗരാജ്യം അത് യഹൂദന്റെ ഇടയിൽ പ്രസംഗിക്കാൻ ദൈവം അവരെ പഠിപ്പിക്കുന്നു. 12 ശിഷ്യന്മാരെ എടുക്കുന്നു. അവരോട് മുഴുവനും പോയി ചിതറിക്കിടക്കുന്ന യഹൂദനോട് മുഴുവൻ അത് പറയാൻ, ഉലകം മുഴുവനും പോയി അവരെ അത് അറിയിക്കാൻ അവരെ അയക്കുക. അവർക്കൊരു ഗ്രേറ്റ് കമ്മീഷൻ കൊടുക്കുക. സ്വർഗരാജ്യം എങ്ങനെയാണ്, അതിൽ ആര് കടക്കും, അതിൽ ആര് കടക്കത്തില്ല, ഇതെല്ലാം ഒരു പ്രോഗ്രസീവ് റെവലേഷനാണ്. അബ്രഹാമിന് ഇതിനെക്കുറിച്ചൊന്നും വലിയ വെളിപ്പാട് കൊടുത്തിരുന്നില്ല. അല്ലെങ്കിൽ മോശയ്ക്ക് അറിയത്തില്ല ഇതെങ്ങനെ, ദാവീദിന് അറിയത്തില്ല. അതൊക്കെ കർത്താവ്, യോഹന്നാൻ സ്നാപകന് പോലും അതിനെക്കുറിച്ചൊരു കൃത്യമായ അറിവില്ല. ഒരു പ്രോഗ്രസീവ് റെവലേഷന് കർത്താവ് അത് വന്ന് പ്രസംഗിക്കുക. ഒലിവുമലയിലെ പ്രഭാഷണം, മത്തായി 5, 6, 7 ഒക്കെ പറയുന്ന ആ സ്വർഗരാജ്യത്തെക്കുറിച്ച്, അതിൽ ആര് കടക്കും, ആര് കടക്കത്തില്ല, അതിൽ കടക്കാൻ നാം എങ്ങനെ ആയിരിക്കണം എന്നൊക്കെ ഉള്ളതിനെക്കുറിച്ച് കർത്താവ് അവരോട് പഠിപ്പിക്കുകയും അത് പോയി പ്രസംഗിക്കാൻ അവരെ അയക്കുകയും ചെയ്യുക. അങ്ങനെ അയക്കുമ്പോൾ കൂടെ അവരോട് പറയുന്നുണ്ടോ, മത്തായി 10:5 പറയുന്നുണ്ടോ, മത്തായി 10:5 പറയുന്നുണ്ടോ, നിങ്ങൾ ജാതികളുടെ അടുക്കൽ പോകരുത്, ശമര്യരുടെ അടുക്കൽ കടക്കരുത്. മത്തായിയുടെ സുവിശേഷം 10-ാം അധ്യായം അതിന്റെ 5-ാമത്തെ വാക്യം. അവിടെ പറയാണ്, ഈ 12 പേരെയും യേശു അയക്കുമ്പോൾ അവരോട് ആജ്ഞാപിച്ചത് എന്താണ്? ജാതികളുടെ അടുക്കൽ പോകാതെയും ശമര്യരുടെ പട്ടണത്തിൽ കടക്കാതെയും ഇസ്രായേൽ ഗൃഹത്തിലെ കാണാതെ പോയ ആടുകളുടെ അടുക്കൽ തന്നെ ചെല്ലുകയും. വളരെ സ്പെസിഫിക് ആണ്. അവർക്ക് കൊടുത്തിരിക്കുന്ന സ്വർഗീയ പദ്ധതിയും അതിന്റെ നിവർത്തീകരണത്തിന് വേണ്ടി കർത്താവ് ലോകത്തിൽ വന്നിരിക്കുക. ഹല്ലേലൂയ. ഇവിടെ വേറെ ഒരു വിഷയവും അവിടെ സംസാരിക്കാനില്ല. ദർ ഇസ് നോ അതർ സബ്ജക്ട് അതർ ദാൻ കിങ്ഡം ഓഫ് ഹെവൻ ടു പ്രീച്ച്. ഈ വസ്തുത നിങ്ങൾ വിസ്മരിക്കരുത്. ഇവിടെ കർത്താവിന്റെ ക്രൂശോ, കാൽവറിയിലൂടെ ഒഴുകിയ രക്തമോ, അതിന്റെ മഹത്വമോ, അല്ലെന്നുണ്ടെങ്കിൽ പോള് തന്റെ ലേഖനങ്ങളിൽ കൂടെ വെളിപ്പെടുത്തിയിരിക്കുന്ന ആര് വിശ്വസിക്കുന്നവർക്ക് അവൻ തന്റെ രക്തം മൂലം പ്രായച്ചിത്തമാകുവാൻ ദൈവം അവനെ പരസ്യമായി നിർത്തിയിരിക്കും. ഇതൊന്നും അവിടെ ഒരു വിഷയമേ അല്ല. ഇതൊന്നും വെളിപ്പെടുത്തിയിട്ടില്ല. ജസ്റ്റിഫിക്കേഷൻ എന്താണ്, ഗ്ലോറിഫിക്കേഷൻ എന്താണ്, സാങ്ക്ടിഫിക്കേഷൻ എന്താണ്, ഈ വിഷയങ്ങളൊന്നും അവിടുത്തെ വിഷയമല്ല. ഇതൊക്കെ വിഷയമാകുന്നത് നമുക്ക് അന്യജാതി, പുറംജാതി ഇതിനോട് നമ്മൾ അടുക്കാൻ കഴിയാതെ കിടന്നിരുന്ന നമ്മെ കർത്താവ് രക്ഷിക്കുക. അത് കർത്താവിന്റെ കാൽവറിയിൽ കൂടെ രക്ഷിക്കുന്ന പദ്ധതിയാണ് ബോഡി ഓഫ് ക്രൈസ്റ്റ്, അല്ലെങ്കിൽ ദൈവസഭ എന്ന് പറയുന്ന ഈ പദ്ധതി. ഇവിടെ കർത്താവ് പ്രസംഗിക്കുന്നത് ദൈവരാജ്യം സമീപയായിരിക്കുന്നു, മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിപ്പീൻ. വിശ്വസിക്കുന്നവരിലൂടെ അത്ഭുത രോഗശാന്തി, വീര്യപ്രവർത്തികൾ, അത്ഭുതങ്ങൾ, അടയാളങ്ങൾ, ഭൂതഗ്രസ്തർക്കുള്ള സൗഖ്യം, സമാധാനം, ഇതൊക്കെ ഉണ്ടാകും. ഇതെല്ലാം ഈ പാക്കേജിന്റെ പാർട്ടാണ്. ലൂക്കോസിന്റെ സുവിശേഷം 9-ാം അധ്യായം അതിന്റെ 1-2 വാക്യങ്ങൾ മാത്രം ഒന്ന് വായിച്ച് കേൾപ്പിക്കാം. ഇത് കണ്ടില്ലയോ? കർത്താവ് അവൻ 12 അടുക്കൽ വിളിച്ചു, സകല ഭൂതങ്ങളുടെ മേലും വ്യാധികളെ സൗഖ്യമാക്കാനും അവർക്ക് ശക്തിയും അധികാരവും കൊടുത്തു. അടുത്ത വാക്യം അവിടെ പറയാണ്, ദൈവരാജ്യം പ്രസംഗിപ്പാനും രോഗികൾക്ക് സൗഖ്യം വരുത്തുവാനും അവരെ അയച്ചു പറഞ്ഞത്. ഇതെല്ലാം യഹൂദന്റെ ഇടയിലേക്ക് അയക്കുക. കാര്യം യഹൂദൻ അടയാളം കാണാം, അത് വിശ്വസിക്കത്തില്ല. സ്വർഗരാജ്യം ചെന്ന് പ്രസംഗിച്ചു കഴിഞ്ഞാൽ അവൻ അത് ഏറ്റെടുക്കണം എന്നുണ്ടെങ്കിൽ ആദ്യം അവൻ അടയാളം കാണണം. അതുകൊണ്ടും 12 അടുക്കൽ വിളിച്ചിട്ട് സകല ഭൂതങ്ങളുടെ മേലും വ്യാധികളെ സൗഖ്യമാക്കാനും അവർക്ക് ശക്തിയും അധികാരവും കൊടുത്തു. ഇതൊക്കെ താങ്കൾ ഇന്ന് റിപ്ലിക്കേറ്റ് ചെയ്യാൻ ശ്രമിച്ചാൽ നടക്കുന്ന കാര്യമല്ല. ഇത് താങ്കളുമായിട്ട് ബന്ധപ്പെട്ട കാര്യവുമല്ല. കുറെ പേര് ഈ ആൾക്കാർ ഈ പന്തം കണ്ട പെരുഞ്ചാഴി മാതിരി ഈ വിഷയത്തിലേക്ക് വന്നിരിക്കുന്ന കാരണം ഓരോന്ന് കാണുമ്പോഴത്തേന് അങ്ങനെ ഇളകി മറിയുക. സത്യം എന്താണെന്ന് ബൈബിളിൽ എഴുതി തന്നിരിക്കുക, അത് ഒരു മനുഷ്യനും മനസ്സിലാകുന്നില്ല. അതുപോലെ നമ്മുടെ കണ്ണ് കുരുടാക്കിയിരിക്കുക, താങ്കളെ ക്ഷുദ്രത്തിൽ മുക്കിയിരിക്കുക. ഹല്ലേലൂയ. എനിക്കത് പറയുന്നതിൽ ഒരു മടിയുമില്ല. പത്രോസിനെ മഹോന്നതനായ ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു എന്ന് മനസ്സിലായി എന്ന് വെളിപ്പെട്ട പത്രോസ് അപ്പോസ്തലനെ പൗലോസ് കർത്താവ് ഫിലിപ്പിന്റെ കൈസരയിൽ ശിഷ്യന്മാരോട് ചേർന്നിരിക്കുമ്പോൾ കർത്താവ് ചോദിക്കുന്നുണ്ട്, ജനം എന്നെ ആരെന്ന് പറയുന്നു. പത്രോസ് അപ്പോസ്തലൻ അത് വെളിപ്പെട്ടു.
മഹോന്നതനായ ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു എന്ന് വെളിപ്പെട്ടു. എന്നാൽ ആ മഹോന്നതനായ ദൈവത്തിന്റെ പുത്രനാണെന്ന് വെളിപ്പെടാൻ കാര്യം അതാണ് അവരുടെ സുവിശേഷം. അത് വെളിപ്പെടണം, അത് അവർ വിശ്വസിക്കണം. അതുകൊണ്ട് പത്രോസിന് അത് വെളിപ്പെട്ടു. എന്നാൽ ആ സുവിശേഷം, ആ വെളിപ്പാട് വെളിപ്പെട്ട പത്രോസ് അപ്പോസ്തലന് കർത്താവിന്റെ മരണം വെളിപ്പെട്ടില്ല. കർത്താവ് ക്രൂശിക്കാൻ പോകുന്ന ക്രൂശീകരണം വെളിപ്പെട്ടില്ല. ക്രൂശിന്റെ മഹത്വം എന്താണെന്ന് വെളിപ്പെട്ടിട്ടില്ല. കർത്താവിന്റെ മരണം എന്താണ്, എന്തിനാണ് മരിക്കുന്നതെന്ന് വെളിപ്പെട്ടിട്ടില്ല. കർത്താവ് മരിക്കുന്നതിന്റെ തലേ ദിവസം, 3.5 വർഷത്തെ ശുശ്രൂഷയിൽ കർത്താവിന്റെ മരണത്തിന്റെ തലേന്നാൾ പത്രോസ് അപ്പോസ്തലനെയും 12 പേരെയും വിളിച്ചിരുത്തി കർത്താവ് തന്റെ മരണത്തെക്കുറിച്ച് നമ്മൾ യെരൂശലേമിലേക്ക് പോകുന്നു, അവിടെ തന്നെ അവർ പിടിക്കും, അടിക്കും, ക്രൂശിക്കും എന്നൊക്കെ പറയുമ്പോൾ പത്രോസ് അപ്പോസ്തലൻ പറയും, ഗുരു നിനക്ക് അങ്ങനെ സംഭവിക്കരുത് എന്ന് പറയുക. അങ്ങനെയെങ്കിൽ അവർ കർത്താവിനോട് കൂടെ ഉള്ള കാലത്ത് ഒരിക്കൽ പോലും കർത്താവിന്റെ മരണം പ്രസംഗിച്ചിട്ടില്ല, ക്രൂശ് പ്രസംഗിച്ചിട്ടില്ല. ക്രൂശിലൂടെയുള്ള രക്ഷയോ ആ കർത്താവിന്റെ കാൽവറി മരണത്തിലോട്ടുള്ള രക്ഷയോ അവർ അറിഞ്ഞിട്ടില്ല, അവർ പ്രസംഗിച്ചിട്ടില്ല. കാര്യം അതിന്റെ തലേ ദിവസം കർത്താവ് മരിക്കുമെന്ന് പറഞ്ഞിട്ട് പോലും പത്രോസിന് അറിയത്തില്ല. അയ്യോ കർത്താവേ, നിനക്ക് അങ്ങനെ സംഭവിക്കില്ല എന്നാ പറയുന്നത്. അങ്ങനെയുള്ള ഒരാള് തന്റെ 3.5 വർഷം കർത്താവിനോട് നടന്ന കാലയളവിൽ ഒരിക്കൽ പോലും കർത്താവിന്റെ മരണം പ്രസംഗിച്ചിട്ടില്ല, കർത്താവിന്റെ ക്രൂശ് പ്രസംഗിച്ചിട്ടില്ല. ദൈവം വിളിച്ച് വേർതിരിച്ച ദൈവജനത്തോട് ദൈവം ലോകത്തിൽ വന്ന് അവരുടെ ഇടയിൽ എന്ത് നടക്കാൻ പോകുന്നു എന്ന് പ്രസംഗിക്കുക. നിങ്ങൾ ശ്രദ്ധിക്കണം, ഇത് കർത്താവ് ലോകത്തിൽ മഹത്വത്തിന്റെ മഹിമയിൽ നിന്ന് കർത്താവ് ലോകത്തിൽ മനുഷ്യനായിട്ട് ഇറങ്ങി വന്നിരിക്കുക. ഇവിടെ വന്ന് 12 പേരെ വിളിച്ച് അവരോട് അവരുടെ രക്ഷാ പദ്ധതി എന്താണ്, സ്വർഗരാജ്യത്തിൽ ആര് കടക്കും എന്ന് പറഞ്ഞിരിക്കുക, എന്ത് ചെയ്യണമെന്ന് പറഞ്ഞിരിക്കുക. നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ക്രൂശിലൂടെയുള്ള രക്ഷയാണ് അവർ മനസ്സിലാക്കേണ്ടത്, അല്ലെന്നുണ്ടെങ്കിൽ അതിലൂടെ നമ്മളോടൊക്കെ പ്രസംഗിക്കുന്ന കാര്യമാണെന്നുണ്ടെങ്കിൽ കർത്താവ് അത് വെളിപ്പെടുത്താതിരിക്കുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? മരിക്കുന്നതിന്റെ തലേ ദിവസം പറഞ്ഞിട്ട് പത്രോസ് അപ്പോസ്തലന്റെ മരണം എന്തിനാണെന്ന് അറിയത്തില്ല. കർത്താവ് നിനക്ക് അങ്ങനെ സംഭവിക്കല്ലേ എന്നാ പറയുന്നത്. ആ ആള് 3.5 വർഷം ക്രൂശ് പ്രസംഗിച്ചിട്ടുണ്ടോ? മരണം പ്രസംഗിച്ചിട്ടുണ്ടോ? മരണത്തിൽ കൂടി നമുക്ക് ലഭിക്കാൻ പോകുന്ന ആ ദേഹം എന്ന തിരശീല ചീന്തി തുറക്കപ്പെടാൻ പോകുന്ന രക്ഷാ പദ്ധതി പ്രസംഗിച്ചിട്ടുണ്ടോ? ഹല്ലേലൂയ. കർത്താവിന്റെ മരണ പുനരുദ്ധാനത്തിന് ശേഷമുള്ള കാലത്തിലും അവർക്ക് അങ്ങനെ ഒരു വെളിപ്പാട് ലഭിക്കുകയോ ക്രൂശിലൂടെയുള്ള പദ്ധതി പ്രസംഗിക്കുകയോ ചെയ്തിട്ടില്ല. അവർ തുടർന്നും ഈ ദൈവരാജ്യത്തിന്റെ പദ്ധതി തന്നെയാണ് പ്രസംഗിക്കുന്നത്. അവർക്ക് ആ 50-ാമത്തെ ദിവസം പരിശുദ്ധാത്മാവ് അവരുടെ മേൽ വരിക, അതെല്ലാം വാഗ്ദത്തമാണ്. ആ വാഗ്ദത്ത നിവർത്തീകരണം നടക്കുക, ആ സ്വർഗരാജ്യം ഉലകമെമ്പാടും പോയി പ്രസിദ്ധമാക്കാനുള്ള ശക്തി അവരുടെ മേൽ പകരപ്പെടുകയാണ്. ഇത് ബോഡി ഓഫ് ക്രൈസ്റ്റ് എന്ന് പറയുന്ന ദൈവസഭയല്ല. ഇത് ഇന്ന് ഞാനും നിങ്ങളും രക്ഷിക്കപ്പെടുന്ന ക്രിസ്തീയ മാർഗമല്ല. ഹല്ലേലൂയ. ഈ അവരുടെ മാർഗത്തിൽ മാനസാന്തരമുണ്ട്, സ്നാനമുണ്ട്, വീര്യപ്രവർത്തികളുണ്ട്, അത്ഭുതങ്ങളുണ്ട്, രോഗശാന്തിയുണ്ട്. ഇതെല്ലാം അവരുമായിട്ട് ബന്ധപ്പെട്ട കിടക്കുന്ന കാര്യങ്ങളാണ്. ഇതൊന്നും താങ്കൾക്ക് ലഭിക്കേണ്ട ആവശ്യമില്ല. കാര്യം താങ്കളുടെ വിളി കംപ്ലീറ്റ്ലി എൻറ്റയർലി ഡിഫറെന്റ് ഒരു വിളിയാണ്. അത് മറഞ്ഞിരുന്ന സ്വർഗീയ മർമ്മവും കർത്താവ് കാൽവറിയിലൂടെ നിവർത്തിച്ചിരിക്കുന്ന രക്ഷണീയ പ്രവൃത്തിയിലെ വിശ്വാസത്താൽ ലഭ്യമാകുന്നതുമായ ഒരു സ്വർഗീയ പദ്ധതിയാണ്. ഈ കൃപാ കാലഘട്ടത്തിൽ നമുക്ക് എല്ലാവർക്കും നമുക്ക് രക്ഷയ്ക്ക് വേണ്ടി ദൈവം തുറന്നിരിക്കുന്ന ഒരു പദ്ധതിയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. യഹൂദനാകട്ടെ ഈ വിഷയം, അതുകൊണ്ട് തന്നെ യഹൂദന്മാരാകട്ടെ 12 വരെ ഫോളോ ചെയ്യുന്ന ഇന്നത്തെ ക്രിസ്ത്യാനിക്കാകട്ടെ ഈ ക്രൂശിന്റെ മഹത്വം എന്താണെന്ന് വേണ്ടുമെണ്ണം അറിയത്തില്ല. ക്രൂശ് എന്ന് പറഞ്ഞൊരു സംഗതി ഉണ്ടെന്നറിയാം, അത് എവിടെയാണ്, അതിന്റെ ആപ്ലിക്കേഷൻ എവിടെയാണ്, അതിന്റെ മഹിമ എന്താണെന്ന് അറിയത്തില്ല. അവിടെ ഇവിടെയൊക്കെ ക്രൂശ് ചെയ്തു വെച്ചിട്ടുണ്ട്, പോരായെങ്കിൽ ഒന്ന് കഴുത്തേലും കെട്ടിത്തൂക്കിയിട്ടുണ്ടെന്നുള്ളതല്ലാതെ ഇതിന്റെ മഹത്വം എന്താണ്, ഈ ക്രൂശിലൂടെ തുറന്നിരിക്കുന്ന ക്രിസ്തീയ പദ്ധതി എന്താണെന്ന് വെളിപ്പെടുത്തിയിട്ടില്ല. ഇവിടെ നമ്മുടെ വിഷയം ഞങ്ങൾ പൗലോസിനെയോ പത്രോസിനെയോ അല്ല, സാക്ഷാൽ യേശു ക്രിസ്തുവിനെ ഫോളോ ചെയ്യുന്നു എന്ന് പറയുന്നവർക്കുള്ളൊരു മുന്നറിയിപ്പാണ്. നിങ്ങൾ കൊരിന്തിലെ കേഫാവിന്റെ പക്ഷക്കാരെന്നും ഞങ്ങൾ അപ്പല്ലോസിന്റെ പക്ഷക്കാരെന്നും ഞങ്ങൾ യേശുക്രിസ്തുവിന്റെ പക്ഷക്കാരെന്നും ഒക്കെ പറയുന്ന കുറെ പക്ഷക്കാരുണ്ടല്ലോ, അതിലെ യേശുക്രിസ്തുവിന്റെ പക്ഷക്കാരേക്കാൾ ഒട്ടും വിശേഷതയുള്ളവരല്ല. ആ കൊരിന്തിൽ പ്രസംഗിച്ച യേശുക്രിസ്തുവിന്റെ പക്ഷക്കാരെന്ന് പറയുന്നൊരു വലിയ ഗ്രൂപ്പ് ഉണ്ടായിരുന്നു. അവരെക്കാൾ നിങ്ങൾ ഒട്ടും വിശേഷതയുള്ളവരല്ല, നിങ്ങൾ അതുപോലത്തെ ഒരു യേശുക്രിസ്തുവിന്റെ ഗ്രൂപ്പുകാരാ. അന്ന് അവർ 4 ഗ്രൂപ്പേ ഉള്ളായിരുന്നു. പക്ഷെങ്കിൽ അത് ഇന്ന് 40,000-ന് മേലെയായി മാറിയിരിക്കുക. കാര്യം അതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന സാത്താന. ഏത് കൃഷിക്ക് വളമിട്ടാൽ പ്രയോജനമുണ്ട്, ഫലം കിട്ടുമെന്ന് സാത്താന് നന്നായിട്ട് അറിയാം. അവൻ അതിന് വേണ്ടുന്ന വണ്ണം വളമിട്ട് ചെക്കി കൊടുത്ത് വേണ്ടുന്ന വെള്ളവും വളവും ഒക്കെ ഒഴിച്ചു കൊടുത്ത് അതിനെ നല്ല ഫലപുഷ്ടിയാക്കി നിർത്തിയിരിക്കുക. ഇന്ന് ഒരു മനുഷ്യന് സംശയം തോന്നത്തില്ല കള ഏതാണ് വിത്ത് ഏതാണെന്ന് തോന്നാത്ത രീതിയിൽ കള അങ്ങനെ മൂടി മറിഞ്ഞിരിക്കുക.
അതിനിടയ്ക്ക് ഒരു വിത്ത് കിളിച്ചു വന്നാൽ അതിനെ ഞെരുക്കി അമക്കി കളയുന്ന രീതിയിൽ ഇന്ന് കള വളർന്നു നിൽക്കുക. അന്നത്തെ കേഫ എന്ന് പറയുന്ന ഗ്രൂപ്പും യേശു ക്രിസ്തുവിന്റെ എന്ന് പറയുന്ന ഗ്രൂപ്പും ഇന്ന് വളരെ പ്രബലമായിരിക്കുക. നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം, ആ കാലഘട്ടത്തിൽ തന്നെ യേശു ക്രിസ്തു പൗലോസ് അപ്പോസ്തലനെ ദമസ്കോസിൽ വെച്ച് പേഴ്സണലായിട്ട് വിളിക്കുക. യേശു ക്രിസ്തു ഞാൻ പോയ പോലെ മടങ്ങി വീണ്ടും വരും എന്ന് പറഞ്ഞ് ഒലിവ് മലയിൽ നിന്നും ചേർക്കപ്പെടുന്ന കർത്താവ് പൗലോസ് അപ്പോസ്തലനെ ഡയറക്റ്റ് ദമസ്കോസിൽ ഇറങ്ങി വന്ന് വിളിച്ചിരിക്കുക. കർത്താവ് പൗലോസിനെ മറഞ്ഞിരുന്ന ആ സുവിശേഷത്തിന്റെ പ്രസംഗിയും അപ്പോസ്തലനുമായിട്ട് ഡയറക്റ്റ് നിയോഗിച്ചിരിക്കുക. ആര്? യേശു ക്രിസ്തു സ്വർഗത്തിൽ നിന്ന് വന്ന് അപ്പോസ്തലനെ പൗലോസിനെ താൻ മറച്ചു വെച്ചിരിക്കുന്ന, അല്ലെങ്കിൽ സ്വർഗത്തിൽ അന്ന് വരെ മർമ്മമായിരുന്ന യേശു ക്രിസ്തു പോലും ലോകത്തിലെ തന്റെ ശുശ്രൂഷയിൽ വെളിപ്പെടുത്താതിരുന്ന ആ സ്വർഗീയ പദ്ധതി വെളിപ്പെടുത്താൻ പൗലോസ് അപ്പോസ്തലനെ അതിനുവേണ്ടി നിയോഗിക്കുക. അതിന്റെ പ്രസംഗിയും അപ്പോസ്തലനുമായിട്ട് നിയോഗിക്കുക. 1-2 വാക്യങ്ങൾ അതിനുള്ള ബന്ധത്തിൽ കാണിക്കാൻ ഞാൻ പെട്ടെന്ന് പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കാനായിട്ട് പോവുകയാണ്. തിമോഥെയോസിന് എഴുതിയ 1-ാമത്തെ ലേഖനം 2-ാം അധ്യായം അതിന്റെ 7-ാമത്തെ വാക്യം. 2-ാം അധ്യായത്തിന്റെ 7-ാം വാക്യം, 1 തിമോത്തി 2:7. അവിടെ പറയാം, തക്ക സമയത്ത് അറിയിക്കേണ്ടിയ ഈ സാക്ഷ്യത്തിനായിട്ട്. ഈ തക്ക സമയം ഇതാണ്. ഞാൻ പ്രസംഗിയും അപ്പോസ്തലനുമായി, മനസ്സിലായ പൗലോസിനെ ഞാൻ പ്രസംഗിയും അപ്പോസ്തലനുമായി, ഭോഷ്കല്ല പരമാർത്ഥം തന്നെ പറയുന്ന ഒരു ഹൈഫൻ ഇട്ടിട്ട് പറയുക, ജാതികളെ വിശ്വാസവും സത്യം ഉപദേശാൻ നിയമിക്കപ്പെട്ടിരിക്കുന്നു. ആര് നിയമിച്ചു? കർത്താവ് ഡയറക്റ്റ് നിയമിച്ചിരിക്കുക. ഈ സുവിശേഷം അറിയിക്കേണ്ടത്, ഈ സാക്ഷ്യത്തിനായി പ്രസംഗിയും അപ്പോസ്തലനുമായിട്ട് കർത്താവ് എന്നെ നിയോഗിച്ചിരിക്കുക എന്ന് പറയുക. കർത്താവ് എവിടെ നിയോഗിച്ചു? അപ്പോസ്തല പ്രവൃത്തികൾ 26-ാം അധ്യായം. അപ്പോസ്തല പ്രവൃത്തികൾ 26-ാം അധ്യായം അതിന്റെ 16-ാമത്തെ വാക്യം കാണിക്കാം. 26:16 അവിടെ പറയാ, അവിടെ വീണ് കിടക്കുക. 9-ാം അധ്യായത്തിൽ നടന്ന ഒരു സംഗതി ഇവിടെ അഗ്രിപ്പ രാജാവിന് മുന്നിൽ പറയുന്ന ഒരു രംഗമാണ്. അവിടെ പറയാണ്, എങ്കിലും എഴുന്നേറ്റ് നിവർന്ന് നിൽക്കാം, നീ എന്നെ കണ്ടതിനും. കർത്താവ് പോളിനോട് പറയുന്ന ഭാഗമായത്. നീ എന്നെ കണ്ടതിനും, ഞാൻ ഇവിടെ കണ്ടില്ല, നീ എന്നെ കണ്ടതിനും ഇനി ഞാൻ നിനക്ക് പ്രത്യക്ഷനാവാനിരിക്കുന്നതിനും നിന്നെ ശുശ്രൂഷകനും സാക്ഷിയുമായി നിയമിപ്പാൻ ഞാൻ നിനക്ക് പ്രത്യക്ഷനായി. കർത്താവ് പ്രത്യക്ഷനായിരിക്കുക. കർത്താവ് നിയമിച്ചിരിക്കുക. എന്നെ പ്രസംഗിയും അപ്പോസ്തലനുമായി കർത്താവ് നിയോഗിച്ചിരിക്കുക. ഇങ്ങനൊരു പ്രസ്ഥാനം പൗലോസ് അപ്പോസ്തലൻ കൊരിന്തിൽ പ്രസംഗിച്ചുകൊണ്ടിരിക്കുക. മനസ്സിലായോ? കർത്താവ് ഡയറക്റ്റ് വന്ന് നിയോഗിച്ചിട്ട് ആ പദ്ധതി കർത്താവിനാൽ നിയോഗിതനായ പോൾ കൊരിന്തിൽ പ്രസംഗിക്കുക. അന്ന് വരെ സ്വർഗത്തിൽ രഹസ്യമായിരുന്ന ക്രിസ്തുവിന്റെ ശരീരമാകുന്ന ദൈവസഭ എന്ന മർമ്മം ഓരോന്നോരോന്നായിട്ട് റിവീൽ ആയിക്കൊണ്ടിരിക്കുക. ആ കൃപായുഗത്തിലെ ദൈവിക പദ്ധതി എന്താണെന്ന് ലോകത്തിന് പൗലോസ് അപ്പോസ്തലനോട് വെളിപ്പെടുത്തിക്കൊണ്ടിരിക്കുക. പരിശുദ്ധ ആത്മാവിനാൽ പൗലോസിനെ കൈക്ക് പിടിച്ച് നടത്തിക്കൊണ്ടിരിക്കുക. അതുവഴി പോകരുത്, ഇവിടെ കിടക്കരുത്, ഇന്ന് രാത്രിയിൽ ഇന്നടത്ത് പോകണം, ഇന്നടത്ത് പ്രസംഗിക്കണം എന്ന് പറഞ്ഞ് പോളിനെ പരിശുദ്ധ ആത്മാവ് നിയന്ത്രിക്കുക. കർത്താവ് ദൈനംദിനം ദർശനങ്ങളിൽ കൂടി വെളിപ്പാടുകളിൽ കൂടി തന്നെ നയിച്ചുകൊണ്ടിരിക്കുക. കൊരിന്തിലൊരു പ്രശ്നം ഉണ്ടാകുമ്പോൾ കർത്താവ് പറയുകയാണ്, നീ ഭയപ്പെടാതെ പ്രസംഗിക്കുക, മിണ്ടാതിരിക്കരുത്, ഈ പട്ടണത്തിൽ എനിക്ക് അനേക ജനമുണ്ട്. അപ്പോസ്തല പ്രവൃത്തികൾ 18-ാം അധ്യായം. അപ്പോസ്തല പ്രവൃത്തികൾ 18-ാം അധ്യായം അതിന്റെ 9-ഉം 10-ഉം വാക്യങ്ങൾ പെട്ടെന്ന് വായിച്ചു കേൾപ്പിക്കാം. അവിടെ പറയുക, രാത്രിയിൽ കർത്താവ് ദർശനത്തിൽ പൗലോസിനോട്, നീ ഭയപ്പെടാതെ പ്രസംഗിക്കാൻ, മിണ്ടാതിരിക്കരുത്. ഇത് കർത്താവാ പ്രസംഗിക്കുന്നത്. പോളിനെ ആക്കിയിട്ട് തെരഞ്ഞെടുത്തിട്ട് കൊരിന്തിൽ കൊണ്ടുവന്നിരിക്കുക. ആ കൊണ്ടുവന്നപ്പോൾ പോൾ പറയാ, എനിക്ക് കർത്താവിന്റെ ക്രൂശ് അല്ലാതെ വേറെ ഒന്നും അറിയാത്തവനായി ഞാൻ നിങ്ങളുടെ മുന്നിലിരിക്കുക. ഐ പ്രീച്ച് ജീസസ് ക്രൈസ്റ്റ് ആൻഡ് ഹിം ക്രൂസിഫൈഡ് എന്ന് പറഞ്ഞിട്ട് അവിടെ ശുശ്രൂഷിക്കുക. അവിടെ പറയാ, രാത്രിയിൽ ദർശനത്തിൽ പൗലോസ്, നീ ഭയപ്പെടാതെ മിണ്ടാതിരിക്കരുത്, ഞാൻ നിന്നോട് കൂടെ ഉണ്ട്, ആരും നിന്നെ കയ്യേറ്റം ചെയ്ത് ദോഷപ്പെടുത്തുകയില്ല, ഈ പട്ടണത്തിൽ എനിക്ക് വളരെ ജനമുണ്ട് എന്ന് അരുളി ചെയ്തു. കർത്താവ് തന്റെ മിസ്റ്ററി റെവലേഷൻ, ആ മറഞ്ഞിരുന്ന സ്വർഗീയ വെളിപ്പാട് പോളിലൂടെ അൺഫോൾഡ് ചെയ്തുകൊണ്ടിരിക്കുക, വെളിപ്പെടുത്തിക്കൊണ്ടിരിക്കുക. ആർക്ക്? ലോകത്തിന് വെളിപ്പെടുത്തിക്കൊണ്ടിരിക്കുക. അവിടെ ഒരു വെളിപ്പാടുമില്ലാത്ത, കാഴ്ചപ്പാടില്ലാത്ത, എന്താ പറയുന്ന, ആത്മീയരെന്ന് അഭിമാനിക്കുന്ന കുറെ പേര് വന്നിട്ട് പറയാ, ഞങ്ങൾ യേശു ക്രിസ്തുവിന്റെ പക്ഷക്കാരാണെന്ന്. അവരാ വന്ന് പറയുന്നത്, ഞങ്ങൾ പോളിന്റെ ഞങ്ങൾ കേഫായുടെ പക്ഷക്കാർ, ഞങ്ങൾ യേശു ക്രിസ്തുവിന്റെ പക്ഷക്കാര്. ഇവരെയൊക്കെ ജോക്കേഴ്സ് എന്നല്ലാതെ എന്താ വിളിക്കേണ്ടത്? കർത്താവ് ഒരു പദ്ധതി ഉലകത്തിൽ മറഞ്ഞിരുന്ന ഒരു സ്വർഗീയ പദ്ധതി കർത്താവ് ഇവിടെ പോളിനെ വിളിച്ചിട്ട് പോളിൽ കൂടെ ലോകത്തിന് വെളിപ്പെടുത്തിക്കൊണ്ടിരിക്കുക. അവിടെ ഒരു ഗ്രൂപ്പുകാർ വന്ന് പറയുക, ഞങ്ങൾ യേശു ക്രിസ്തുവിന്റെ പക്ഷക്കാരാണ്. ഇവരെ എന്താ വിളിക്കേണ്ടത്? ഇവരെ എന്താ ശരിക്കും? ജോക്കേഴ്സ്. എന്താണ് ദൈവിക പദ്ധതി എന്ന് അറിയാൻ വയ്യാത്ത കുറെ ജോക്കേഴ്സ്. ഇന്ന് യേശു ക്രിസ്തുവിന്റെ പക്ഷക്കാരെന്നും പത്രോസിന്റെ പക്ഷക്കാർ, അപ്പല്ലോസിന്റെ പക്ഷക്കാരെന്നൊക്കെ പറഞ്ഞ് കുറെ പേരിങ്ങനെ കൂടിയിട്ടുണ്ട്. അവർക്ക് പോളിനെ അംഗീകരിക്കാൻ മനസ്സില്ല. പൗലോസ് അപ്പോസ്തലന്റെ അപ്പസ്തോലത്തെ അംഗീകരിക്കാൻ അവർക്ക് താല്പര്യമില്ല. അവർക്ക് അവരുടെ ബ്രെയിൻ മുഴുവനും ക്ഷുദ്രം ചെയ്ത് മയക്കിയിരിക്കുക.
അവർക്ക് സത്യം അംഗീകരിക്കാനോ ബൈബിളിൽ എഴുതിയിരിക്കുന്ന ഈ 13 ലേഖനങ്ങളുടെ മഹത്വം എന്താണെന്ന് മനസ്സിലാക്കാനോ കഴിഞ്ഞിട്ടില്ല. എങ്ങനെ ക്രിസ്ത്യാനിറ്റി എന്നൊരു സെക്ട് ആരംഭിച്ചെന്ന് പോലും അവർക്ക് മനസ്സിലായിട്ടില്ല. ഇവിടെ ഇത് മനസ്സിലാക്കാൻ ദൈവം നിങ്ങളുടെ ആത്മീയ കണ്ണുകളെ തുറക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുക. നേതാക്കന്മാരായ അനേകർ ഈ കൂട്ടത്തിലുണ്ട്. ഒരുപക്ഷെ നിങ്ങളായിരിക്കുന്ന പ്രസ്ഥാനങ്ങളെ താങ്ങി നിർത്തേണ്ടെന്ന ഉത്തരവാദിത്വം ഉണ്ടായേക്കാം. നിങ്ങൾ താങ്ങിക്കോ, കുഴപ്പമില്ല. നിങ്ങളങ്ങ് താങ്ങി അതുമായിട്ട് നിങ്ങളങ്ങ് നിന്നോ. പക്ഷെന്നുണ്ടെങ്കിൽ പാവം വിശ്വാസികളെ, അതായത് ഈ സത്യം അനുസരിക്കാൻ മനസ്സിലായിരിക്കുന്ന വിശ്വാസികളെ കൂടെ നിങ്ങൾ തടഞ്ഞു നിർത്തി, നിങ്ങൾ വാതുകൾ തടഞ്ഞു നിർത്തിയിരിക്കുക. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഞാൻ നിങ്ങളോട് ഈ അന്ത്യ നിമിഷങ്ങളിൽ ഒരിക്കൽ കൂടി ബൈബിളിൽ നോക്കി മനസ്സിലാക്കിയിട്ട്, അല്ലെങ്കിൽ എണ്ണി നിങ്ങൾ കണക്ക് കൊടുക്കേണ്ടതായിട്ട് വരും. ഇന്ന് മത്തായി, മർക്കോസ്, ലൂക്കോസ്, യോഹന്നാൻ എന്ന 4 സുവിശേഷങ്ങളുടെ കർത്താവ് പഠിപ്പിച്ച ഉപദേശങ്ങളിലല്ല നിങ്ങളുടെ രക്ഷാമാർഗം. അത് യഹൂദനോട് സംസാരിച്ചതാണ്. കാര്യം, കർത്താവ് യഹൂദന്റെ ഇടയിലാണ് വന്നത്. അവരുടെ പിതാക്കന്മാർ കൊടുത്ത വാഗ്ദത്തങ്ങളെ ഉറപ്പിക്കേണ്ടതിന് കർത്താവ് പരിച്ഛേദനക്കാർക്ക് ശുശ്രൂഷക്കാരനായിട്ടാണ് ഈ ലോകത്തിൽ വന്നത്. അവരോട് കൽപ്പിച്ച ഉപദേശമല്ല ക്രൂശീകരണത്തിന് ശേഷം തുറന്ന രക്ഷാമാർഗം. അതല്ല ബോഡി ഓഫ് ക്രൈസ്റ്റ് എന്ന ദൈവസഭയുടെ ഉപദേശം. അത് ക്രൂശിലൂടെയുള്ള രക്ഷാപദ്ധതിയാണ്. അത് ബോഡി ഓഫ് ക്രൈസ്റ്റ് എന്ന ദൈവസഭയുടെ പദ്ധതിയാണ്. ഇവിടെ അത് പ്രസിദ്ധമാക്കുവാൻ കർത്താവ് ഉപയോഗിച്ച അപ്പോസ്തലനാണ് അപ്പോസ്തലനായ പൗലോസ്. അത് പറഞ്ഞിരിക്കുന്നത് തൻ്റെ 13 ലേഖനങ്ങളിൽ കൂടിയാണ്. റോമ ലേഖനം മുതൽ ഫിലമോനിൽ എഴുതിയ ലേഖനം വരെ സഭാ ലേഖനങ്ങളെന്നും ഇടയ ലേഖനങ്ങളെന്നും പറഞ്ഞ് എഴുതി നമ്മുടെ കയ്യിൽ തന്നിരിക്കുന്ന പുതിയ നിയമം എന്നറിയപ്പെടുന്ന പുസ്തകങ്ങളുടെ ഇടയിൽ ചേർത്തിരിക്കുന്ന ആ 13 പുസ്തകങ്ങളിൽ കൂടിയാണ് ഇന്ന് ക്രിസ്ത്യാനി എന്ന് ഞാൻ നിങ്ങൾക്കും ഉള്ള യഥാർത്ഥ രക്ഷാമാർഗം. അപ്പൊ നമുക്ക് പഴയ നിയമവും പുതിയ നിയമവും ഒന്നും വേണ്ടേ എന്ന് നിങ്ങൾ ചോദിക്കാം. താങ്കളുടെ രക്ഷയ്ക്കായി ഡയറക്റ്റ് ഉപദേശങ്ങൾ പറഞ്ഞിരിക്കുന്ന ബുക്കുകളല്ല അത്. പക്ഷെങ്കിൽ അതെല്ലാം ദൈവവചനമാണ്, ദൈവശ്വാസീയമാണ്. അതിന് ഒട്ടും അതിന് എന്താ പറയുന്നത്, ബഹുമാനക്കുറവുണ്ടെന്നല്ല ഞാൻ പറയുന്നത്. അത് നമ്മുടെ ശാസനത്തിനും നമ്മുടെ ഗുണീകരണത്തിനും നമ്മുടെ നീതിയിലെ അഭ്യസനത്തിനും ഒക്കെ ആയിട്ട് തന്നെ എഴുതിയിരിക്കുന്ന 66 പുസ്തകങ്ങളും ദൈവത്താൽ നിയോഗിതവും ദൈവശ്വാസീയവുമാണ്. നമ്മുടെ രക്ഷാമാർഗം പറഞ്ഞിരിക്കുന്നത് ആ 13 ലേഖനങ്ങളിൽ കൂടിയാണ് എന്ന് മനസ്സിലാക്കുവാൻ മനസ്സുള്ളവർക്കായിട്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. 4ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടി ചോദിക്കുന്ന മാതിരിയുള്ള ഉടക്ക് ചോദ്യങ്ങൾ ചോദിക്കുക. അത് ഈ അന്ത്യസമയത്ത് ഈ പറഞ്ഞിരിക്കുന്നതിലെ അതിൻ്റെ അർത്ഥം എന്താണെന്നും ആ പറഞ്ഞിരിക്കുന്നതിലൂടെയുള്ള മർമ്മം എന്താണെന്നും മനസ്സിലാക്കി രക്ഷിക്കപ്പെടാൻ താങ്കൾക്ക് മനസ്സുണ്ടെങ്കിൽ അതിനായിട്ട് ഉത്സാഹിക്കാൻ ഞാൻ നിങ്ങളെ ബുദ്ധി ഉപദേശിക്കാം. ഈ സത്യം നിങ്ങൾക്ക് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കണ്ണിലെ ആ പാരമ്പര്യം എന്ന ചെതുമ്പൽ പോകണം. അത് പോയാൽ താങ്കൾ രക്ഷിക്കപ്പെടും. അതിനായിട്ട് പ്രാർത്ഥിക്കുക. ഒരിക്കൽ കൂടി, കർത്താവ് തൻ്റെ ലോകത്തിലെ 3.5 വർഷത്തെ ശുശ്രൂഷയിൽ ക്രൂശ് പ്രസംഗിച്ചിട്ടില്ല. ക്രൂശിലൂടെയുള്ള രക്ഷാ പദ്ധതി വെളിപ്പെടുത്തിയിട്ടില്ല. കർത്താവ് തൻ്റെ 12 ശിഷ്യന്മാരെ അതിനായിട്ട് നിയോഗിച്ചിട്ടില്ല. ഇന്ന് ജീവിക്കുന്ന താങ്കൾക്ക് ആ 4 സുവിശേഷങ്ങളിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ഫോളോ ചെയ്ത് സ്വർഗം അല്ലെന്നുണ്ടെങ്കിൽ രക്ഷപ്പെടാം എന്ന് താങ്കൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ താങ്കളൊരു മൂഢ സ്വർഗത്തിലാണ്. താങ്കൾ കൈവിടപ്പെട്ടു പോകും. താങ്കളുടെ രക്ഷ ഇന്ന് കാൽവറി ക്രൂശിലെ വിശ്വാസത്താലാണ്. കർത്താവ് നിവർത്തിച്ചിരിക്കുന്ന ആ രക്ഷണ്യ പ്രവൃത്തിയിൽ ആഴമായ വിശ്വാസത്തിലും സമർപ്പണത്തിലുമാണ്. വിശ്വസിക്കുന്നവർക്ക് അവൻ തൻ്റെ രക്തം മൂലം പ്രായശ്ചിത്തമാകുവാൻ ദൈവം അവനെ പരസ്യമായി നിർത്തിയിരിക്കുന്നു. കർത്താവ് തങ്ങളെ ധാരാളമായിട്ട് സഹായിക്കട്ടെ. ഞാൻ ഈ വിഷയത്തിൽ കൂടി, ഈ എപ്പിസോഡിൽ കൂടി നിങ്ങളോട് കൺവേ ചെയ്യുവാനായിട്ട്, നിങ്ങളോട് കൈമാറുവാനായിട്ട് ആഗ്രഹിച്ച വിഷയം എന്താണെന്ന് നിങ്ങൾക്ക് ഇതിനോടകം മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ദൈവം നിങ്ങളെ ധാരാളമായിട്ട് സഹായിക്കട്ടെ. അടുത്തൊരു എപ്പിസോഡ് ഇതിനോടുള്ള ബന്ധത്തിൽ പറയുന്നതായിരിക്കും. അതിനുശേഷം തുടർമാനമായിട്ട് നമ്മൾ സ്നാനം എന്നുള്ള വിഷയത്തിലേക്ക് വരും. കർത്താവ് നിങ്ങളെ ധാരാളമായിട്ട് സഹായിക്കും.